ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യത്തിലുള്ള അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനന്ത കരുണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഏറെ തീക്ഷ്ണതയോടെ, ഏറെ അഭിഷേകത്തോടെ അങ്ങയുടെ ദൈവാത്മാവ് ധന്യനായ ആന്റണി പഗാനി അച്ഛനിലൂടെ അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടി എഴുതി വെച്ച ആത്മീയ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവസ്നേഹത്തിന്റെ ആഴമായ അനുഭവത്തിലേക്ക് കടക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ പരിശീലിക്കുകയും ചെയ്യുകയാണ്. കർത്താവെ, അങ്ങ് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെ ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഈ വലിയ കൽപ്പന ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും. കർത്താവെ, പ്രസംഗിക്കുക എന്നുള്ളത് അപ്പസ്തോലന്മാരുടെ മാത്രമല്ല, അപ്പസ്തോലന്മാരിലൂടെ സഭയിലെ ഓരോ അംഗങ്ങൾക്കും നൽകിയ ഒരു ദൗത്യമാണെന്ന് തിരിച്ചറിയാൻ വലിയ കൃപ നൽകണമേ. ഈശോയെ, അങ്ങ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അങ്ങ് അപ്പസ്തോലന്മാരിലൂടെ സഭയെ ഏൽപ്പിച്ച ദൗത്യം തന്നെ അതാണ്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കും എന്നുള്ളത്. കർത്താവെ, അത് ഞങ്ങളുടെ ദൗത്യമാണ്. ഞങ്ങളിൽ കുറെ പേർക്ക് പ്രസംഗിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കാം, ഞങ്ങൾ കുറെ പേർക്ക് പാടാനും മറ്റു പല കാര്യങ്ങൾക്കും കഴിവുകൾ ഉണ്ടായിരിക്കാം. എങ്കിലും സ്വന്തം ജീവിതത്തിലൂടെ സുവിശേഷത്തെ പകർന്നു കൊടുക്കാൻ ഞങ്ങളങ്ങ് ഒരുക്കണമേ, സഹായിക്കണമേ. കണ്ടുമുട്ടുന്നവരോട് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നവരായി, അങ്ങയെ കുറിച്ച് പറയുന്നവരാക്കി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഈ ഒരു പരിശീലന പരിപാടി അത് യഥാർത്ഥത്തിൽ സുവിശേഷത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കാനുള്ള വലിയ അഭിഷേകമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും അനന്ത യോഗ്യതകളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരുടെ കാരണഭൂതരായ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെയും പ്രത്യേകിച്ച് മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, ദൈവദൂതന്മാരുടെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരുടെയും എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾ യാചിക്കുന്നു, മധ്യസ്ഥം യാചിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രത്യേക മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ഞങ്ങൾ ചോദിക്കുന്നു. ധന്യൻ ആന്റണി പഗാനി അച്ഛന്റെ സ്വർഗീയ മധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പരിശുദ്ധമേ, പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ നിയോഗങ്ങൾക്ക് വേണ്ടി. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരങ്ങളെ, ഇന്ന് നമ്മള് 9ഉം 10ഉം അധ്യായങ്ങളിലൂടെയാണ് പോകുന്നത്. മനുഷ്യ രക്ഷയ്ക്കായുള്ള പ്രവൃത്തി എല്ലാറ്റിനും ഉപരിയാണ്. അതായത് മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തുവിലൂടെ പൂർത്തിയായ ആ വലിയ ദൈവ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാറ്റിനും ഉപരിയാണ് എന്നതാണ് 9ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തോട് നമ്മുടെ 3 ബാധ്യതകൾ ദൈവത്തിന് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന ആത്മാവ്. ഈ 3 ഹെഡിങ്ങുകളിലായിട്ടാണ് നമ്മൾ 9ാമത്തെ അധ്യായം കാണുന്നത്. നമ്മൾ ഇന്ന് 10ാമത്തെ അധ്യായം കൂടെ ഒന്ന് ചിന്തിക്കുകയാണ്. തന്റെ അധിപനായ ദൈവത്തോടുള്ള ആത്മാവിന്റെ സ്നേഹം നിറഞ്ഞ അഭിലാഷം. നമ്മുടെ അധിപൻ ദൈവമാണ്. അപ്പോ നമ്മുടെ ആത്മാവ് നമ്മുടെ അധിപനായ ദൈവത്തിൽ ലയിക്കാനുള്ള ഒരു തീവ്രമായ അഭിലാഷം നമ്മുടെ ആത്മാവിനുണ്ട്. അതിനെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ 2 അധ്യായങ്ങള് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുവാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വായന തുടങ്ങാം. ഒരാള് പെട്ടെന്ന് 9ാമത്തെ അധ്യായം വായിക്കുക. ആദ്യം ഓരോ പാരഗ്രാഫായിട്ട് ഓരോരുത്തർ മാറി മാറി വായിക്കുക. മനുഷ്യരക്ഷയ്ക്കായുള്ള പ്രവൃത്തി എല്ലാറ്റിനും ഉപരിയാണ്. എന്റെ സ്നേഹപൂർണനായ രക്ഷക, പ്രപഞ്ച സൃഷ്ടി ചെയ്തതിനേക്കാൾ വളരെ കൂടുതൽ രക്ഷയുടെ പ്രവൃത്തിയിലൂടെ നീ നിറവേറ്റി. കാരണം സൃഷ്ടി നീ നിർവഹിച്ചത് വെറും വാക്കുകളാലാണ്. എന്നാൽ രക്ഷാകര പ്രവൃത്തിയിൽ
നീ പ്രതിബന്ധങ്ങളും പീഡനങ്ങളും ദുരാരോപണങ്ങളും അവഗണനകളും മരണവും സഹിച്ചു. സൃഷ്ടികർമ്മം നടത്തിയത് ശൂന്യതയിൽ നിന്നുമാണ്. എന്നാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പും രക്ഷാകര പ്രവൃത്തിയും നീ നിറവേറ്റിയത് കഠിന പ്രയത്നവും വിയർപ്പും വിശപ്പും ദാഹവും എല്ലാം സഹിച്ച് നടന്നതിലൂടെയാണ്. എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നതിനേക്കാൾ അധികം എന്നെ രക്ഷിച്ചപ്പോൾ നീ എനിക്ക് നൽകി. കാരണം സൃഷ്ടിച്ചപ്പോൾ നീ എനിക്ക് എന്നെ മാത്രം നൽകി. എന്നാൽ ഞാൻ സ്വയം നഷ്ടപ്പെടുത്തിയപ്പോൾ നീ എനിക്ക് എന്നെ മാത്രമല്ല തിരിച്ചു തന്നത്, ഒപ്പം നിന്നെയും നീ എന്നോടൊപ്പം എനിക്ക് തിരിച്ചു നൽകി. ഈ ഭാഗത്തിന് വളരെ വളരെ കുറച്ചുകൂടി ആഴത്തിലുള്ള ചില കാര്യങ്ങൾ അച്ഛൻ പങ്കുവെക്കുന്നുണ്ട്. കർത്താവായ ഈശോയുടെ പീഡാസഹനം നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുമാണ്. ആ പീഡാസഹനത്തിന്റെ കാര്യങ്ങൾ ആണ് അച്ഛനോട് പറയുക. എന്നാൽ രക്ഷാകര പ്രവൃത്തിയിൽ നീ പ്രതിബന്ധങ്ങളും പീഡകളും ദുരാരോപണങ്ങളും അവഗണനകളും മരണവും സഹിച്ചു. അപ്പൊ പീഡാസഹനത്തിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന എന്തൊക്കെയാ? അത് 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ട് നിങ്ങൾ കുറിച്ച് വെച്ചോളൂ, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഈശോ പീഡാസഹനവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രക്ഷാകര പ്രവൃത്തിയിൽ ഈശോ രക്ഷാകര പ്രവൃത്തിയിൽ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ കർത്താവിന് മുമ്പിൽ ഉണ്ടായിരുന്നു. അതുപോലെ പീഡകൾ, ശാരീരിക പീഡകൾ ഉണ്ടായിരുന്നു. അതുപോലെ ഉള്ളതാണ് ദുരാരോപണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം സഹോദരങ്ങൾ, നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ഒരു വേദന ഒരുപക്ഷെ നമുക്ക് പലർക്കും സഹിക്കാൻ പറ്റും. നമുക്ക് ശരീരത്തിന് ഒരു വേദന ഉണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ പലപ്പോഴും ശരീരത്തിന്റെ വേദന സഹിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ചിലർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളതൊരു സഹനമായിട്ട് സ്വീകരിക്കാൻ നമുക്ക് പലപ്പോഴും പറ്റാറുണ്ട്. എന്നാൽ നമ്മുടെ പേര് കളങ്കപ്പെടുന്ന ചില ദുരാരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടില്ല, നമുക്കറിയില്ല അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുമ്പോൾ അതിനാണ് ദുരാരോപണം. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുക. ഇപ്പൊ അതിനൊരു കൊച്ചു ഉദാഹരണം പറയുന്നത് പരിശുദ്ധ മാതാവ് തന്നെയാണ്. പരിശുദ്ധ മാതാവ് കന്യകയാണ് ഗർഭം ധരിച്ചത്. നമുക്ക് സുവിശേഷങ്ങളൊക്കെ വായിക്കുമ്പോൾ വലിയ ലാഘവത്തോടെ നമുക്ക് തോന്നിയാവും കന്യക ഒരു പെണ്ണ് ഗർഭം ധരിച്ചു, മറിയം ആ ഒരു രീതിയിൽ നമുക്ക് കാണാം. നമ്മൾ സാധാരണ ഒരു പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, മറിയത്തിന്റെ ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾക്കാണ് ഇതിനകത്ത് സഹോദരിമാരുണ്ട്, നിങ്ങൾക്കാണ് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നെങ്കിൽ, നിങ്ങളോടാണ് ദൈവദൂതൻ വന്നിട്ട് പറയണത് ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നാളെ മറ്റുള്ളവർ നീ ഗർഭിണിയാണെന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയാൻ പോവാ. എത്ര നാള് മറച്ചു വെക്കാൻ പറ്റും? അപ്പോ ഇത് അറിയുന്ന സമയത്ത് കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ്, അത് ഇന്നത്തെ കാലത്ത് ഈ ന്യൂജൻ തലമുറയിൽ, ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരുടെ ഒക്കെ നമ്മള് ഈ 2K കിഡ്സ് എന്നൊക്കെ പറയുന്ന ന്യൂജൻ പിള്ളേര്, അവരുടെ ഇടയിലൊന്നും ഇതൊരു പ്രശ്നമല്ല ആയിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു തലമുറയിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് കൺസീവ് ആയി എന്ന് കേൾക്കുമ്പോ നമുക്ക് അത് അത്ഭുത ഗർഭമാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കില്ല. പുരുഷനില്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സ്വാഭാവികമായി ആരും വിശ്വസിക്കാത്ത ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് മറിയം അതിനെ റിസീവ് ചെയ്തത്. അപ്പൊ നോക്കിക്കേ, മറിയം ഒരുപാട് അവഹേളനങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഈശോ. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും നമ്മൾ ഇതിനെ ഒന്ന് കൂട്ടി നോക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിനെ ഒന്ന് സ്വാംശീകരിക്കണം. അവിടെയാണ് ഈ ദുരാരോപണങ്ങളുടെ അവസ്ഥ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ പോലും നമുക്ക് ചിലപ്പോൾ അമ്മായിയമ്മ മരുമോൾക്കെതിരെ അല്ലെങ്കിൽ മരുമോൾ അമ്മായിയമ്മയ്ക്കെതിരെയൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അത് അതിന് ഇരയാകുന്ന വ്യക്തി ചിലപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന അസ്വസ്ഥത നമുക്കറിയാം. ആ സമയത്താണ് വലിയ വലിയ കാര്യങ്ങൾ അവിടെ, അത് നമ്മളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ്, നമ്മുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അത് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കും. ചിലപ്പോൾ നമ്മൾ വയലന്റ് ആകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, ഈശോ അനുഭവിച്ചത് ശാരീരിക പീഡനങ്ങളുണ്ട്, അതോടൊപ്പം അതിനേക്കാൾ ഉപരി എന്ന് പറയാൻ ദുരാരോപണങ്ങളുണ്ട്, അവഗണനകളുണ്ട്. കൂടെ നടന്ന 12 പേര് അല്ലെ, പത്രോസ് തള്ളി പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു, ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോയി. നമ്മുടെ കേരളത്തിന്റെ ഭാരതത്തിന്റെ അപ്പോസ്തലൻ സെയിന്റ് തോമസ് ലീഗ പറഞ്ഞത് നമുക്ക് അവനോട് കൂടെ മരിക്കാന്നാണ്. പക്ഷെ ഈശോയെ പിടിച്ചോണ്ട് പോയപ്പോ മിക്കവാറും തോമസ് ലീഗയ്ക്ക് ആദ്യം ഓടിയത്. കാരണം
ആരും ഉണ്ടായിരുന്നില്ല അവിടെ, എല്ലാരും ഓടിപ്പോയി എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആട് പോയെടുത്ത് കൂടെ പോലും ഇല്ലെന്ന് പറഞ്ഞു. എന്നതുപോലെ എല്ലാരും ഓടിപ്പോയി. അപ്പൊ അതിനെയാണ് ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയാറുണ്ട്, ഒരു ക്രൈസിസ് വന്നപ്പോ എന്റെ കൂടെ ആരും നിന്നില്ലെന്ന്. ഇവിടെ നോക്കിക്കേ, കർത്താവിനെ പിടിച്ചോണ്ട് പോവാണ്. ആ സമയത്ത് കൂടെ നിന്ന് വിശ്വസിച്ചവർ പോലും ഉപേക്ഷിച്ചു, അവഗണനയുണ്ടായി അല്ലെ, അവരൊക്കെ അവഗണിച്ചു. അപ്പോ അവസാനം മരണം. അപ്പൊ ഇതാണ് തുടർന്ന് നോക്കിയ സൃഷ്ടികർമ്മ നടത്തുന്ന ശൂന്യതയിൽ നിന്നുമാണ്. എന്നാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പും രക്ഷാകര പ്രവൃത്തിയും നിറവേറ്റിയത് കഠിന പ്രയത്നവും വിയർപ്പും വിശപ്പും ദാഹവും എല്ലാം സഹിച്ചാണ്. മനുഷ്യന്റെ രക്ഷാകര പ്രവൃത്തി ശൂന്യതയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് കർത്താവ് അധ്വാനിച്ചത് കർത്താവിന്റെ രക്ഷാകര പ്രവർത്തിക്കാണ്. അതാണ് അച്ഛനോട് പറയുന്നത്. മനുഷ്യന് സൃഷ്ടി ശൂന്യതയിൽ നിന്നായിരുന്നു എല്ലാം ഉണ്ടാകട്ടെ എന്നുള്ള വാക്കുകൊണ്ടുണ്ടായി. എന്നാൽ മനുഷ്യന്റെ വീണ്ടെടുപ്പും രക്ഷാകര പ്രവൃത്തി നിറവേറ്റാൻ കഠിന പ്രയത്നം, വിശപ്പും വിയർപ്പും ദാഹവും എല്ലാം സഹിച്ച് നടന്നതിലൂടെയാണ്. എന്നെ സൃഷ്ടിച്ചപ്പോൾ എന്നതിനേക്കാൾ അധികം എന്നെ രക്ഷിച്ചപ്പോൾ നീ എനിക്ക് നൽകി. കാരണം സൃഷ്ടിച്ചപ്പോൾ നീ എനിക്ക് എന്നെ മാത്രം നൽകി. എന്നാൽ ഞാൻ സ്വയം നഷ്ടമാക്കിയത് അപ്പോൾ നീ എനിക്ക് എന്നെ മാത്രമല്ല തിരിച്ചു തന്നത്, ഒപ്പം നിന്നെയും, ഒപ്പം കർത്താവിനെ കൂടെ നമുക്ക് തിരിച്ചു തരാണ്. നിന്നെയും നിന്നോടൊപ്പം എനിക്ക് തിരിച്ചു. അതായത് ആദ്യം നമ്മൾ എന്ന വ്യക്തിത്വമാണ് നമ്മളിൽ സൃഷ്ടികർമ്മത്തിൽ ദൈവം തന്നത്. എന്നാൽ നോക്കിക്കേ, രക്ഷാകര പ്രവൃത്തിയിലൂടെ കർത്താവിനെ തന്നെയാണ് തന്നത്. എനിക്ക് എന്നെ വീണ്ടെടുക്കാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. സൃഷ്ടികർമ്മത്തിൽ ഞാൻ എന്ന വ്യക്തി ഉണ്ടായി, ശൂന്യതയിൽ നിന്നുണ്ടായി. ഒരു കളിമണ്ണിൽ നിന്ന് നാസാരന്ധ്രങ്ങളിലേക്ക് ജീവന്റെ നിശ്വസിച്ചപ്പോ ഞാനുണ്ടായി, അല്ല ഞാൻ എന്ന വ്യക്തി ഉണ്ടായി. പക്ഷെ രക്ഷാകര പ്രവൃത്തിയിൽ സംഭവിച്ചത് എന്താ? ഞാൻ നഷ്ടപ്പെട്ടു പോയി, എന്റെ പാപപ്രവൃത്തി ഞാൻ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ എനിക്ക് തിരിച്ചു തന്നു കർത്താവ് തന്റെ പീഡാസഹനം കൊണ്ട്. തിരിച്ചു തന്ന എന്താ? എന്നെ നഷ്ടപ്പെട്ടു പോയി, എന്നെ എനിക്ക് തിരിച്ചു കിട്ടി. എന്റെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്നു. അതോടൊപ്പം കർത്താവിനെ തന്നെ തന്നു. അതിന് മുഴുവൻ ഈശോ മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ തരുവാണ്. അവന്റെ ഓരോ തുള്ളിയിലേക്ക്, അവസാന തുള്ളി വരെ നമുക്ക് ഭൂമിയിലേക്ക് തന്നു എന്ന് പറഞ്ഞില്ലേ? ലുങ്കിനോസിന്റെ കണ്ണ് കാഴ്ചയായി. അപ്പോ അവസാന തുള്ളി വരെ തന്നു. അപ്പൊ അവനെ തന്നെ തന്നു. അതോടൊപ്പം പരിശുദ്ധ കുർബാനയായി എന്ന് നമുക്ക് അവന്റെ ശരീരം വീതിച്ച് മുറിച്ചു തരികയാണ്. അടുത്ത ഭാഗം ഒന്ന് വായിക്കാം. നീ എന്നെ സൃഷ്ടിച്ചതിനാൽ ഞാൻ തന്നെ മുഴുവനായും നിനക്ക് കടപ്പെട്ടിരിക്കുന്നു. നീ എന്നെ നിത്യമരണത്തിൽ നിന്ന് മോചിപ്പിച്ചതിനും എന്നെ വീണ്ടെടുത്തതിനും എന്ത് ഞാൻ നൽകണം, അല്ലെങ്കിൽ നൽകാൻ കഴിയും? ഏത് രീതിയിൽ എനിക്കിപ്പോൾ നിന്നോട് നന്ദി പറയുവാൻ കഴിയും? പാപം ചെയ്യാൻ മാത്രം കഴിവുള്ള ഭൂമിയിലെ സാധു സൃഷ്ടിയായ വെറും പൊടിയും ചാരവുമായ ഞാൻ എങ്ങനെ നിനക്ക് യോഗ്യവും യുക്തവുമായ രീതിയിൽ പ്രത്യുപകാരം ചെയ്യും? നീ എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും നന്ദിയുടെ പ്രതീകമായി എന്ത് ഞാൻ നൽകും? നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതി സഹിച്ച എല്ലാ പീഡാസഹനങ്ങൾക്കും ഞാൻ എങ്ങനെ നന്ദി പറയും? എൻ്റെ മാധുര്യവാനായ ജീവനെ, നീ എനിക്ക് വേണ്ടി ചെയ്തതിനേക്കാൾ അധികമായി നിനക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമായിരുന്നു? അല്ലെങ്കിൽ എന്ത് നീ ചെയ്യേണ്ടിയിരുന്നു? എൻ്റെ ആത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമേ, എന്നോടുള്ള സ്നേഹത്തെ പ്രതി അതികഠോരമായ പീഡകൾക്ക് നീ സ്വയം വിധേയനായി. നിന്റെ ഉള്ളംകാലം മുതൽ നിറുകന്തല വരെ നിന്റെ ശരീരത്തിൽ ഒരു ഞരമ്പോ രക്തക്കുഴലോ പേശിയോ മാംസമോ തൊലിയോ ക്ഷതമേൽക്കാത്തതായി ഉണ്ടായിരുന്നില്ല. എല്ലാം മുറിവേറ്റ് വലിച്ചു കീറപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ചുള്ള ഒരു ലഘുവായ ഒരു വിവരണം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ, യോബിന്റെ പുസ്തകത്തിൽ, സങ്കീർത്തനങ്ങളിലെ യശയാ പ്രവചനങ്ങളിലൊക്കെ കാണുന്ന ഒക്കെ ചില ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് അച്ഛൻ ഇവിടെ പറയുന്നത്. പാപം ചെയ്യാൻ മനുഷ്യന്റെ പ്രത്യേകതയാണ്. നമ്മൾ തന്നെ നമ്മുടെ ആത്മാവ് പറയുകയാണ്, പാപം ചെയ്യാൻ മാത്രം കഴിവുള്ള ഭൂമിയിലെ സാധു സൃഷ്ടിയായ വെറും പൊടിയും ചാരവുമായ ഞാൻ, പൊടിയും ചാരവുമായ ഞാൻ എങ്ങനെ നിനക്ക് യോഗ്യവും യുക്തമായ രീതിയിൽ പ്രത്യുത്തരം ചെയ്യും? അതായത് വെറും പൊടിയും ചാരവുമായ ഞാനാണ്. അപ്പൊ ഞാൻ എങ്ങനെ അതായത് നമുക്ക് നമ്മെ തന്നെ കുറിച്ച് ഒരു ബോധ്യം വേണം.
എങ്ങനെ നമുക്ക് ദൈവത്തിന് നന്ദി അല്ലെങ്കിൽ ഒരു 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 എന്താ നമുക്ക് ദൈവത്തിന് ഒരു പ്രതിനന്ദി നൽകാൻ കഴിയും? എന്ത് ഒരു ഉപകാരമായിട്ട് നമുക്ക് എന്ത് ചെയ്താലും, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് തന്നെ ചെയ്താലും ദൈവം നമുക്ക് നൽകിയ, കർത്താവ് നമ്മൾക്ക് വേണ്ടി ഏറ്റെടുത്ത അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വീണ്ടെടുത്ത് തന്ന രക്ഷയുടെ അതിന്റെ ഒരു അംശം പോലും ആകത്തില്ല. അതാണ് പറയുന്നത്, നമുക്ക് എന്ത് തന്നെ ഞാൻ പൊടിയും ചാരവുമായ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? നീ എനിക്ക് തന്ന എല്ലാ കൃപകൾക്കും കൃപയ്ക്കും നന്ദിയുടെ പ്രതീകമായി എന്തും ഞാൻ നൽകും. നിനക്ക് എന്നോടുള്ള സ്നേഹത്തെ പ്രതി സഹിച്ച എല്ലാ പീഡനങ്ങൾക്കും ഞാൻ എങ്ങനെ നന്ദി പറയും? അല്ലെ? അപ്പൊ നമുക്ക് ദൈവത്തോടിന് ഒരു പ്രതിനന്ദി നൽകാനായിട്ട് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നോക്കിയേ, യെശയ്യാ പ്രവചനങ്ങളിലെ ആ ഒരു വചനം ഉദ്ധരിച്ചുകൊണ്ട് അച്ഛൻ എഴുതിയിരിക്കുകയാണ്, നിന്റെ ഉള്ളംകാല് മുതൽ നെറുകം തല വരെ നിന്റെ ശരീരത്തിൽ ഒരു ഞരമ്പോ രക്തക്കുഴലോ എന്ന് പറഞ്ഞ ഇന്റേണൽ കാര്യങ്ങളാണ് പറയുന്നത്. ഞരമ്പ് എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തുള്ള സാധനങ്ങളല്ല, ഉള്ളിലെ കാര്യങ്ങളാണ്. അപ്പൊ ശരീരത്തിൽ ഒരു ഞരമ്പോ രക്തക്കുഴലോ പേശിയോ മാംസമോ തൊലിയോ ക്ഷതമേൽക്കാത്തതായി ഉണ്ടായിരുന്നില്ല. അതായത് കർത്താവിന്റെ ശരീരത്തിൽ ഒരു ഞരമ്പോ രക്തക്കുഴലോ പേശിയോ മാംസമോ തൊലിയോ ക്ഷതമേൽക്കാത്ത ഉണ്ടായില്ല. എല്ലാം മുറിവേറ്റ് വലിച്ചു കീറപ്പെട്ട അവസ്ഥയിൽ. ഇതാണ് മനുഷ്യനെന്ന് തോന്നാത്ത ദേശീയപ്രവചനങ്ങളല്ല പറഞ്ഞത്. മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു. അവന്റെ പീഡകളെ കുറിച്ച് മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു. അറവുശാലയില് ഒരു 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 അറവ് മൃഗത്തെ അല്ലെങ്കിൽ ഒരു പോത്തിനെ കാളയെയൊക്കെ വെട്ടി അതിന്റെ തൊലിയൊക്കെ പൊളിച്ചു കളഞ്ഞ് അതിന്റെ ഭാഗങ്ങൾ തൂക്കിയിട്ടാൽ അത് പശുവായിട്ട് നമുക്ക് തോന്നുമോ? അല്ലെങ്കിൽ അതൊരു കാളയായിട്ട് തോന്നുമോ? അതിനാ വേണ്ടിയിട്ട് ആ അറവുശാലക്കാരൻ അതിന്റെ തലയോ അല്ലെങ്കിൽ കാലോ എവിടെയെങ്കിലും തൊലി പൊളിക്കാതെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടാണ് നമ്മൾ അത് പോത്തിറച്ചിയാണോ അല്ലെങ്കിൽ പശുവിറച്ചിയാണോ തിരിച്ചറിയുന്നത്, അല്ലെ? അപ്പൊ എന്നതുപോലെ മനുഷ്യൻ, അവിടെയാണ് യെശയ്യാ പ്രവചനങ്ങളിലെ ആ വചനത്തെ നമ്മൾ ധ്യാനിക്കേണ്ടത്. മനുഷ്യൻ എന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു. അവന്റെ മുഖം മനുഷ്യന്റേതല്ല, അവൻ അതുമാത്രം പീഡകൾ സഹിച്ചു. അപ്പൊ നോക്കിക്കേ, അപ്പൊ അതാണ് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങിയിരുന്ന അവന്റെ മുഖം വിരൂപമാക്കപ്പെട്ടു, പരിപൂർണ വിരൂപമാക്കപ്പെട്ടു. ഓക്കെ, ബാക്കി ഇവിടെ വായിച്ചേ. എന്നെ നിത്യശിക്ഷയിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും മോചിപ്പിക്കാനായി നീ നിന്നെ തന്നെ ഏറ്റവും കൈപ്പേറിയ പീഡാസഹനങ്ങൾക്കും അവഗണനകൾക്കും അതിക്രൂരമായ മരണത്തിനും ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ എനിക്ക് നഷ്ടപ്പെട്ട രക്ഷയിൽ നിന്നും എന്നെ മോചിപ്പിച്ച് വീണ്ടെടുക്കാനായി നീ നിന്റെ ജീവൻ നൽകി. അതെ, അതാണ് എനിക്ക് നഷ്ടപ്പെട്ട രക്ഷ. ആദത്തിന്റെ പാപം മൂലം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എന്റെ രക്ഷ വീണ്ടെടുക്കാൻ വേണ്ടി നീ നിന്റെ ജീവൻ നൽകി. അല്ലെ? ഈശോയുടെ പീഡാസഹനത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞതാണ് ഈ നമുക്ക് നഷ്ടപ്പെട്ട രക്ഷ, എനിക്ക് നഷ്ടപ്പെട്ട രക്ഷ അവന്റെ പീഡാസഹനം വഴി നമുക്ക് വീണ്ടെടുത്തു തന്നു. ഓക്കെ, അടുത്ത് വായിച്ചു. ദൈവത്തോടുള്ള നമ്മുടെ 3 ബാധ്യതകൾ. 3 ബാധ്യതകളിലൂടെ ഞാൻ നിനക്ക് കടക്കാരനായി. കാരണം നിന്റെ മഹാനന്മയിൽ സൃഷ്ടിയിൽ തന്നെ നിന്റെ ആത്മാവിനെ എനിക്ക് നൽകിയത് നിന്നെ സ്നേഹിച്ച് നിനക്ക് ശുശ്രൂഷ ചെയ്യാനാണ്. നിന്നോട് മല്ലടിച്ച് നീ എനിക്കു തന്ന ആത്മാവിനെ നിന്റെ ശത്രുവിന് ഏൽപ്പിച്ചതിനു ശേഷവും നിന്റെ കരുണയാൽ നീ എന്നെ വീണ്ടെടുക്കുകയും രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇതിനാൽ ഞാൻ നിന്നോട് ഇരട്ടിയായി കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്റെ സ്നേഹമുള്ള കർത്താവും പ്രിയപ്പെട്ട മണവാളനുമായ അങ്ങ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങയുടെ ജീവൻ നൽകി. എന്റെ നാരകീയ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ 1000 ജീവൻ കൊടുക്കേണ്ടി വന്നാൽ പോലും നീ അത് വളരെ സന്നദ്ധതയോടെ ചെയ്യുമായിരുന്നു. ഒരുപാട് വേദനയും സഹനവും കൂടാതെ നിനക്ക് അത് നിറവേറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ നീ തീർച്ചയായും അങ്ങനെ ചെയ്തേനെ. നിനക്ക് എന്നോടുള്ള അനന്യമായ നന്മയ്ക്കും അളവുകളില്ലാത്ത സ്നേഹത്തിനും പ്രതിഫലമായി പ്രതിനന്ദിയായി
എന്തു ചെയ്യാമെന്ന് സങ്കല്പിക്കാനോ ആഗ്രഹിക്കാനോ കഴിയുമോ? നിന്റെ അതിരുകളില്ലാത്ത വലിയ സ്നേഹത്തിന് പകരമായി എത്ര വലിയ സ്നേഹത്തോടെ നിന്നെ തുടർന്ന് സ്നേഹിക്കാനും അത് എന്നും നിലനിർത്തുവാനും സാധിക്കും? ഏത് പൂർണ്ണ സഹനത്തിലൂടെ നിന്റെ സ്നേഹത്തിന് നീ സഹിച്ച അവഹേളനങ്ങൾക്കും ദാരിദ്ര്യത്തിനും വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും പ്രതിനന്ദി കാണിക്കാൻ കഴിയും? 1000 10,000 പ്രാവശ്യം എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി അർപ്പിച്ചാലും നിന്റെ അമൂല്യമായ ജീവിതത്തെയും നിന്റെ സ്വതന്ത്രമായ സമർപ്പണത്തെയും തട്ടിച്ചു നോക്കിയാൽ അതൊന്നുമല്ല. സർവശക്തനും അനന്തപുണ്യവും അഗ്രാഹ്യശക്തനും എൻ്റെ രക്ഷകനും കർത്താവുമായ ദൈവമേ, നിന്നോട് ഏറ്റവും ചെറിയ അളവിലെങ്കിലും താരതമ്യം ചെയ്യാൻ ഞാൻ ആരാണ്? ഓക്കെ, ഇവിടെ പറയാണ്, നിന്നോട് മല്ലടിച്ച് നീ എനിക്ക് തന്നെ ആത്മാവിനെ നിന്റെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം നിന്റെ കരുണയാൽ നീ എന്നെ വീണ്ടെടുക്കുകയും രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതായത് നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ ദൈവത്തോട് മല്ലടിച്ച്, അപ്പനോടും മക്കളും മല്ലടിച്ച് നമ്മുടെ സ്വന്തം ആത്മാവിനെ ദൈവത്തിന്റെ ശത്രുവിന് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ പറയുന്നത്. ചെയ്തു. എന്നാൽ വീണ്ടും അവിടെയാണ് ദൈവത്തിന്റെ കരുണ പ്രവർത്തിക്കുന്നത്. വീണ്ടും അവിടുത്തെ കരുണയാൽ നമുക്ക് തിരിച്ചു രക്ഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കർത്താവ് നമുക്ക് വേണ്ടി പീഡാസഹനം സഹിച്ചു. കാരണം എന്റെ സ്നേഹമായ കർത്താവും പ്രിയപ്പെട്ട മണവാളനുമായ അങ്ങ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ആത്മാവ് എപ്പോഴും കർത്താവിനെ വിളിക്കുന്നത് പ്രിയപ്പെട്ട മണവാളൻ. അതിന്റെ അർത്ഥം ഞാൻ പല പ്രാവശ്യം പറഞ്ഞാലും ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇതുവരെ മണിയറയിൽ പ്രവേശിച്ചിട്ടില്ല. എവിടെയാണ് മണിയറ? ആത്മാവ് എപ്പോൾ നിത്യതയിൽ പിതാവിന്റെ അടുത്തേക്ക് എത്തുന്നു, അതാണ് മണിയറ. അപ്പോഴാണ് നമ്മൾ പിതാവുമായിട്ട് ചേരുവുള്ളൂ, ഒന്നായി തീരുവുള്ളൂ. ആ അവസ്ഥയാണ്, പിതാവുമായിട്ട് ഒന്നായി ചേരുന്ന അവസ്ഥയാണ് നിത്യ സൗഭാഗ്യം. നമ്മുടെ ആത്മാവിന് വേണ്ടി അവിടുന്ന് അഭിലഷിക്കുന്നു എന്നുള്ള ഭാഗമൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ പ്രിയപ്പെട്ട മണവാളനുമായ അങ്ങ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങയുടെ ജീവൻ നൽകി. അവിടുന്ന് തന്റെ മണവാട്ടിയെ വീണ്ടെടുക്കാൻ തന്റെ ജീവൻ നൽകി. എന്റെ നാരകീയ അടിമത്തത്തിൽ തന്നെ രക്ഷിക്കാൻ 1000 ജീവൻ കൊടുക്കേണ്ടി വന്നാലും നീ അത് വളരെ സന്നദ്ധതയോടെ ചെയ്യുമായിരുന്നു. നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യേണ്ടി വന്നാലും, 1000 പ്രാവശ്യം സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നാലും ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം അത്ര അനന്തമായതുകൊണ്ട് അത് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും അടുത്ത പാരഗ്രാഫിന്റെ അടുത്ത പേജിൽ കാണുകയാണ്, ഇത് പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ സ്നേഹത്തിന് നീ സഹിച്ച അവഹേളനങ്ങൾക്കും ദാരിദ്ര്യത്തിനും വളരെ കുറഞ്ഞ രീതിയിലെങ്കിലും നന്ദി കാണിക്കാൻ കഴിയും, പ്രതിനന്ദി കാണിക്കാൻ കഴിയും. എങ്ങനെയാണ് നമ്മൾ ഇതിന് പ്രതിനന്ദി കാണിക്കുന്നത്? ഏത് സഹനത്തിൽ കൂടെയാണ് കർത്താവിന്റെ സ്നേഹത്തിന് നമ്മൾ പ്രതിനന്ദി കാണിക്കുന്നത്? ഒരു 10,000 പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താലും, നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയാലും, നമ്മുടെ ജീവൻ തന്നെ കൊടുത്താലും ദൈവം നമുക്ക് വേണ്ടി സ്വീകരിച്ച ആ ഒരു സഹനത്തിന് പ്രതിനന്ദിയാകില്ല. അപ്പൊ അതാണ് ദൈവത്തിന്റെ നമ്മോടുള്ള സ്നേഹത്തിന്റെ വലിപ്പം, ആഴം. അതാണ് അച്ഛൻ പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗം ഒന്ന് വായിച്ചോ. ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ആത്മാവ്. എന്റെ കർത്താവേ, എന്റെ പ്രിയങ്കരനായ സ്നേഹമേ, എന്റെ മണവാള, അളവുകളില്ലാത്ത വിധം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നവനെ, എനിക്ക് നൽകാൻ പറ്റുന്നതെല്ലാം നിനക്ക് തന്നു കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒന്നും നിനക്ക് തരാനില്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ ന്യായീകരിക്കാം. ഓ എന്റെ മാധുര്യമാർന്ന സ്നേഹമേ, നീ മറ്റൊന്നും എന്നിൽ നിന്നും ആവശ്യപ്പെടുന്നില്ല, നീ അതിൽ തൃപ്തിപ്പെടുന്നു. ഞാൻ എന്നെ നിനക്ക് തരുന്നു. നിന്റെ ശാശ്വതവും സ്വാതന്ത്ര്യവുമായ കൈവശത്തിലേക്ക് എന്നെ പൂർണ്ണമായ ഹൃദ്യതയോടും മനസ്സോടും ശക്തിയോടെയും സമർപ്പിക്കുന്നു. എൻ്റെ മുഴുവൻ സ്നേഹവും ആത്മാവും എൻ്റെ സ്വന്തമായതും എൻ്റെ ഇന്നത്തെയും നിത്യതയിലെയും ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിനക്ക് തരുന്നു. കാരണം എൻ്റെ ജീവനായ അങ്ങ് എന്നെ കൊണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്തും ചെയ്തു കൊള്ളുക.
ഇത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ കാര്യമാണ്. ഞാൻ എന്ന വ്യക്തി, ഈ ഭൗതികമായ എന്റെ ഈ ജഡം അല്ലെങ്കിൽ ഈ പൊടിയിൽ നിന്നുള്ള ഞാനല്ല ഇത് പറയുന്നത്. എന്റെ ഉള്ളിലുള്ള എന്റെ ആത്മാവ്, അതായത് ദൈവത്തിന്റെ തന്നെ ഭാഗം തന്നെ എന്റെ ആത്മാവ് തന്നെ എങ്ങനെയാണോ സ്വതന്ത്രമായി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ലെന്ന്. കാരണം ഇതിനകത്ത് നമുക്കൊന്നും അവകാശപ്പെടാനില്ലെന്നേ. ഈ ശരീരത്തിനോ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ ശരീരത്തിനോ അല്ലെങ്കിൽ ദൈവം ചെയ്ത, നമുക്ക് വേണ്ടി ചെയ്ത രക്ഷാകര പ്രവർത്തികൾക്ക് പ്രതിനന്ദിയായിട്ട് നമ്മൾ 1000 തവണ ഈ ജീവനെ തന്നെ കൊടുത്താലും ദൈവത്തിന് പ്രതിനന്ദി ആവില്ല. അപ്പൊ അത് നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. അപ്പൊ ഒരു ആത്മാവ് എപ്പോഴാണോ ആത്മാവ് ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക്, ദൈവത്തോട് ചേരാനുള്ള ആത്മാവിന്റെ ആ അവസ്ഥയിലേക്ക് ശരീരം കൂടെ അതായത് ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ, ശരീരത്തിന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. നമ്മൾ അൽഫോൻസാമയെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും പറഞ്ഞില്ലായിരുന്നു. അൽഫോൻസാമയുടെ പ്രത്യേകത തന്നെ, അൽഫോൻസാമയ്ക്ക് ഭൗതികമായ കാര്യങ്ങൾ ഒന്നും തന്നെ സ്വാധീനിക്കുന്നില്ലായിരുന്നു. ഭൗതികമായ ചൂട്, ശരീരത്തിന്റെ വേദന, ഇതൊന്നും അൽഫോൻസാമയുടെ ഭൗതിക അവസ്ഥയെ ബാധിക്കുന്നില്ലായിരുന്നു. ഭൗതിക അവസ്ഥയല്ല, ആത്മീയ അവസ്ഥയെ ബാധിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ്, അതായത് ആത്മാവിന്റെ ക്രിസ്തുവിനോടുള്ള ഐക്യത്തെ ശരീരം കൂടെ അക്സെപ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കണേ, ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ആത്മാവിന് ദൈവവുമായി ലയിക്കാനുള്ള ഒരു അഭിനിവേശം കിടപ്പുണ്ട് നമ്മുടെ ആത്മാവിന്. പക്ഷെ ശരീരമാണ് അതിന്റെ പ്രതിബന്ധം നിൽക്കുന്നത്. കാരണം ശരീരം പൊടിയാണ്, മണ്ണാണ്. അതിന് കുറെ ഭൗതിക ആഗ്രഹങ്ങളുണ്ട്, അല്ലെ? ശരീരം ജഡമാണ്. ശരീരത്തിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട മൂന്ന് ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയൂ? അതാണ് കർത്താവിന്റെ 3 പ്രലോഭനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. കർത്താവിന്റെ 3 പ്രലോഭനങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന് വിശപ്പിന്റെ പ്രലോഭനം. അപ്പം കൊണ്ടുവന്നിട്ട് പറയാണ് കല്ല് കൊണ്ടുവന്നിട്ട് പറയുന്നത് ഇത് അപ്പമായിട്ട്, കാരണം ഈശോ ക്ഷീണിച്ചിരിക്കുവാണ്. അപ്പൊ ഒരു ജഡത്തിന്റെ, ശരീരത്തിന്റെ, ഈ മനുഷ്യ ശരീരത്തിന്റെ, ഈ ജഡത്തിന്റെ ആദ്യത്തെ പ്രലോഭനമാണ് ശരീരത്തിനോടുള്ള പ്രലോഭനം എന്ന് പറയുന്നത്, ജഡത്തോടുള്ള പ്രലോഭനം. അതായത് അപ്പത്തോടുള്ള പ്രലോഭനം അല്ലെങ്കിൽ ഭക്ഷണം. അത് വിശപ്പ് മാത്രമല്ല, കർത്താവിന്റെ അടുത്ത് വിശപ്പ് കല്ലുകളെ അപ്പമാക്കുക. അത് പലതും ആകാം. ജഡിക താല്പര്യങ്ങളാകാം, ജഡിക താല്പര്യങ്ങൾ, സെക്സ്, ആസക്തികൾ, അല്ല, ഇതൊക്കെ ഈ വിശപ്പ്, അതായത് അമിതമായ ഭക്ഷണത്തോടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ, എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കുക, ഇതൊക്കെ ജഡത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 3 പ്രലോഭനങ്ങളിലെ ഒന്നാമത്തെ ഒരു പ്രലോഭനമാണ് ജഡത്തിന്റെ ഈ വിശപ്പ് എന്ന് പറയുന്ന പ്രലോഭനം. ശരീരത്തിന്റെ വിശപ്പ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ട്, പണത്തിന് വേണ്ടിയുള്ള വിശപ്പ്, ഇതൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പ്രലോഭനം എന്താ? കർത്താവിന്റെ രണ്ടാമത്തെ പ്രലോഭനം എന്താ? കർത്താവിന് അധികാരത്തിന് വേണ്ടിയുള്ള പ്രലോഭനം. അതായത് പ്രപഞ്ചത്തിൽ എല്ലാം കാണിച്ചു കൊടുക്കുക, എല്ലാം കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, ഇത് ഞാൻ നിനക്ക് തരാം, നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുക. അതെന്തിനു വേണ്ടി? അധികാരത്തിന്റെ പ്രലോഭനം. അത് എന്ന് പറഞ്ഞാൽ നമ്മളിലൊക്കെ ഉണ്ട് ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. നമുക്ക് ഒന്നാമനാകണം, വീട്ടിൽ ഭാര്യ എന്റെ കീഴിൽ നിൽക്കണം, ഭർത്താവ് എന്നെ കേൾക്കണം, എനിക്കും അധികാരമുണ്ട്, അല്ലെ? മക്കളാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ മാതാപിതാക്കൾ അനുസരിക്കണം, അല്ലെ? ഇതാണ് അധികാരം. എവിടെയും ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒക്കെ നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മൾ എന്തോ ആണ്. ഇത് അധികാരത്തിന് വേണ്ടി പ്രലോഭനമാണ്. അത് ആ ഒരു പ്രലോഭനം കാട്ടിയാണ് കർത്താവിനെ പരീക്ഷിക്കുന്നത്. അടുത്ത പ്രലോഭനം എന്താണ്? ദേവാലയത്തിന്റെ ഉയർന്ന ഗോപുരത്തിന്റെ മുകളിൽ താഴേക്ക് ചാടുക, നിനക്ക് മാലാഖമാർ വന്ന് നിന്നെ സംരക്ഷിക്കുമെന്നുള്ള അതെന്തിനു വേണ്ടിയുള്ള? പ്രശസ്തിയുടെ പ്രലോഭനം. പ്രശസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സൂപ്പർ നാച്ചുറൽ ആണ്, നീ അങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല, നീ സൂപ്പർ നാച്ചുറൽ ആണ്. നമുക്കും ആഗ്രഹമുണ്ട്, അല്ലെ? രാഷ്ട്രീയക്കാർ ഇന്നിപ്പോ നമ്മുടെ ഇലക്ഷൻ കാലമാണ്, പല കുതികാൽ വെട്ടലുകളും ഒക്കെ കാണാം. എനിക്ക് സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് അതുവരെ കുറെ വർഷങ്ങളോളം പ്രവർത്തിച്ച പ്രസ്ഥാനത്തെ വിട്ട് അടുത്ത സ്ഥലത്തേക്ക് ചാടുന്നു, കൂറുമാറുന്നു. എന്താണ്? അധികാരം. കുഴിയിലേക്ക് കാല് നീട്ടി നിൽക്കുകയാണ്, മരിക്കാറായി, എന്നാലും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അധികാരത്തിന് വേണ്ടിയുള്ള മുറവിളികൾ. അപ്പൊ ഈ 3 പ്രലോഭനങ്ങൾ സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാകുന്ന പ്രലോഭനമാണ്. ഇതെന്തുകൊണ്ട്? ഇതൊരു ജഡമായതുകൊണ്ടാണ്. അവിടെയാണ് ഈ ജഡത്തെ ആത്മാവിന്റെ വിശുദ്ധി കൊണ്ട് കീഴടക്കേണ്ടത്. അതാണ് വിശുദ്ധരെ നമ്മൾ കാണുന്നത്. അപ്പോൾ അൽഫോൻസാമയെ കാണുന്നത്, മറീന്ദ്രസ്യാമയെ കാണുന്നത്, വിശുദ്ധരായ കുഞ്ഞച്ചനെ കാണുന്നത്, അല്ലെങ്കിൽ ഫ്രാൻസിസ് പുണ്യാളനെ കാണുന്നത്, പഗാനി അച്ഛനിൽ കാണുന്നത് ഈ ഒരു അവസ്ഥയാണ്. അപ്പോ ആത്മാവിന് വേണ്ടി ശരീരത്തെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ആത്മാവിന്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരത്തെ കൂടെ വിട്ടുകൊടുക്കുകയാണ് അവിടെ. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ മാത്രം നമുക്കിങ്ങനെ പറയാൻ പറ്റൂ, ഞാൻ എന്നെ നിനക്ക് തരുന്നു,
എന്താണ്? നിന്റെ ശാശ്വതവും സ്വതന്ത്രവുമായ കൈവശത്തിലേക്ക് എന്നെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ സമർപ്പിക്കുന്നു. എന്റെ മുഴുവൻ സ്നേഹവും ആത്മാവും എന്റെ സ്വാതന്ത്ര്യം, എനിക്കൊന്നുമില്ല, എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഇനി നമ്മളിപ്പോ നമ്മുടെ കുറെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. നമുക്ക് എന്റെ സർവശക്തിയും സ്വാതന്ത്ര്യം എല്ലാം തരികയാണ്. എന്റെ ഇന്നത്തെയും നിത്യതയിലെയും ആഗ്രഹങ്ങൾ ഞാൻ നിനക്ക് തരികയാണ്. എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് വലിയ പണം ഉണ്ടാക്കണമെന്നോ വലിയ വീട് ഉണ്ടാക്കണമെന്നോ ഇതൊന്നും എനിക്കില്ല. അതെല്ലാം ഞാൻ ഇന്നത്തെ ആഗ്രഹങ്ങളും നിത്യതയിലെ ആഗ്രഹങ്ങളും എല്ലാം ഞാൻ നിനക്ക് തരുന്നു. കാരണം എന്റെ ജീവനെ അങ്ങ് എന്നെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തോട് പറയാം, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യ, എന്നെ ഞാൻ നിനക്ക് തന്നു, നിന്റെ ഇഷ്ടമാണ്. ഒരു അടിമ സമർപ്പിക്കുന്നത് പോലെ. അടിമയുടെ പ്രത്യേകത എന്നാ? വേലക്കാരനും അടിമയും തമ്മിലുള്ള വ്യത്യാസം എന്നാന്നറിയോ? വേലക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലക്കാരൻ കൂലി മേടിക്കുന്നവനാണ്. അവനാണ് വേലക്കാരൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ജോലിക്ക് ഒരു ആവശ്യമുണ്ട്, പറമ്പിൽ പണിയണം, ഞാൻ ഒരാളെ വിളിച്ചു, അയാളോട് ഞാൻ പറയും ഇത്ര കൂലി തരാം, വരുവോ? നമ്മള് മറ്റേ ഈശോ കാണുന്നുണ്ടല്ലോ, ഇത്ര ധനാറ തരാം വന്ന് ഓരോ മണിക്കൂറിൽ നിന്ന് എന്നതുപോലെ നമ്മൾ ഇത്ര ഓഫർ ചെയ്യാണ്. ഇത്ര ഓഫർ ചെയ്തിട്ട് നീ വരണം എന്ന് പറയാണ്. അതാണ് വേലക്കാരൻ. അവന് നമ്മൾ ജോലിക്കാരനാണ്, അവന് കൂലി കൊടുക്കണം. അവന് കൂലി കൊടുക്കുന്നത് നമ്മൾ കൊടുത്ത കൂലി ഇഷ്ടപ്പെട്ടില്ല അവന് ഇട്ടിട്ട് പോവാം, അല്ലെങ്കിൽ നമ്മൾ അവന്റെ അടുത്ത് ഓവർ അധികാരം കാണിച്ച് അവന് വേണ്ടി ഇട്ടിട്ട് പോവാം. അത് അവന്റെ സ്വാതന്ത്ര്യമാണ്. അവൻ വേലക്കാരൻ. അടിമ എന്ന അങ്ങനെയല്ല. അടിമയ്ക്ക് കൂലി കൊടുക്കണ്ട, അടിമയ്ക്ക് ഭക്ഷണം കൊടുക്കണം നിർബന്ധമില്ല, അടിമയ്ക്ക് വേറെ അവകാശങ്ങളൊന്നുമില്ല, അടിമയ്ക്ക് വേറെ ഒന്നുമില്ല. അടിമയെ നമ്മളെങ്ങനെ മേടിക്കണം? വേറൊരു വ്യക്തിയിൽ നിന്ന് പണം കൊടുത്ത് അടിമയെ വാങ്ങിക്കുവാണ്. പിന്നെ ഈ യജമാനന് ആ അടിമയെ എന്തും ചെയ്യാം, തല്ലാം, അടിക്കാം, ശിക്ഷിക്കാം, പട്ടിണിക്കിടാം, അവസാനം കൊന്നുകളയാം. ആരും ചോദിക്കില്ല. അതാണ് അടിമ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടല്ലേ അടിമ കച്ചവടം നിരോധിച്ചത്, കാരണം അത് മനുഷ്യാവകാശത്തിന്റെ ലംഘനമാണ്. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ, എന്തും ചെയ്യാം, യജമാനൻ എന്തും ചെയ്യാം. അപ്പൊ നമ്മൾ ദൈവത്തിന് നമ്മളെ കൊടുക്കുന്ന എങ്ങനെയാ? നമ്മൾ ദൈവത്തോട് പറയാൻ, ഞാൻ നിന്റെ അടിമയാണ്, നീ ഫുള്ളായിട്ട് എന്നെ എടുത്തോ, എന്നിട്ട് നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്നെ ഉപയോഗിച്ചോ. അതാണ് ആത്മാവിന്റെ അവസ്ഥ. പക്ഷെ ശരീരത്തിനാണ്, നമ്മുടെ ഈ ജഡത്തിനാണ് കുറെ അത് വേണം, ഇത് വേണം എന്നൊക്കെ ഉള്ള ചിന്തകളുള്ളത്. അപ്പോ നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്തെങ്കിൽ മാത്രമോ ഈ ദൈവത്തിന് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന ആത്മാവ് എന്നുള്ള ആ ഭാഗത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലാവുള്ളൂ. അവിടെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ ഇങ്ങനെ ശോധന ചെയ്യേണ്ടത്, ശുദ്ധീകരിക്കേണ്ടത്. അങ്ങനെ ശരീരവും മനസ്സും ഏതാണ്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. അതാണ് അൽഫോൻസാമയിലൊക്കെ ഉണ്ടായത്. ഓക്കെ, അടുത്ത ഭാഗം വായിക്കാം. 10-ാമത്തെ അധ്യായം. സിസ്റ്ററെ വായിച്ചോളൂ. സിസ്റ്റർ അത് 10-ാമത്തെ അധ്യായം സിസ്റ്റർ പറയും കേട്ടോ. തന്റെ അധിപനായ ദൈവത്തോടുള്ള അവന്റെ സ്നേഹം നിറഞ്ഞ അഭിലാഷം, തീക്ഷ്ണമായ ആഗ്രഹത്തോടെയും നിരന്തരമായ നെടുവീർപ്പിലൂടെയും ഏറ്റവും മഹത്തായ നന്മയും വളരെ ഒരുക്കത്തോടും സ്നേഹപൂർവ്വം അറിയുവാനും സ്നേഹിക്കുവാനും അഭിലഷിക്കുവാനും ശ്രമിക്കേണ്ടിയിരിക്കുന്നു. തന്റെ പ്രിയ മണവാളനും നിത്യമായ വചനവും ദൈവത്തിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും പുത്രനുമായവന്റെ സാന്നിധ്യം നിരന്തരം എന്നല്ല എപ്പോഴും നാം ആഗ്രഹിക്കണം. നമ്മുടെ ജീവനും നിയമപ്രകാരമുള്ള മണവാട്ടിയുമായ ആത്മാവിന്റെ യഥാർത്ഥ ഉത്തരവാദി അവിടുന്നാണ്. ആത്മാവിന്റെ ശക്തിയാൽ അവനിലാണ് തന്റെ യഥാർത്ഥ ഉത്ഭവവും അർത്ഥവും ജീവിതത്തിന്റെ ആശ്വാസമുള്ളത്. ഓക്കെ, നമ്മുടെ ഈ ഒരു 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ചിന്തകൾ വരുന്നതിന് മുന്നേ ജസ്റ്റ് 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഈ കഴിഞ്ഞ 9-ാമത്തെ അധ്യായം വായിച്ചപ്പോഴേക്കും വന്ന 2 ചിന്തകൾ ഒന്ന് പങ്കുവച്ചിട്ട് മറ്റേതിലേക്ക് ഞാൻ കടന്നോളാം. ഇപ്പം നമ്മൾ വായിച്ചു കേട്ടതിൽ അത് ആദ്യത്തെ ചിന്ത, ഈ നമ്മൾ 9-ാമത്തെ അധ്യായത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ 3 ബാധ്യതകൾ എന്നുള്ള ഇതിൽ 2-ാമത്തെ പാരഗ്രാഫിൽ വന്നൊരു ചിന്തയാണ്. അതായത് ഒരുപാട് വേദനയും സഹനവും കൂടാതെ നിനക്ക് അത് നിറവേറ്റാൻ പറ്റുമായിരുന്നെങ്കിൽ നീ തീർച്ചയായും അങ്ങനെ ചെയ്തേനെ എന്ന് ആത്മാവ് ദൈവത്തോട്, യേശുവിനോട് പറയുന്നത്. അതായത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നീ ഒരുപാട് സഹിച്ചു, പക്ഷെ അങ്ങനെ സഹിക്കാതെ എന്നെ രക്ഷിക്കാമായിരുന്നെങ്കിൽ നീ അത് ചെയ്തേനെ. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ക്രിസ്ത്യാനി, ഒരു ആത്മീയ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഡിസ്റ്റ് ആണെന്ന്. അതായത് സഹനമാണ് അയാളുടെ മുഖമുദ്ര. അപ്പം വേദനിച്ച് സഹിച്ച് എങ്ങി വലിഞ്ഞ് നടക്കുന്ന
അങ്ങനത്തെ ഒരു ചിന്താഗതി എവിടെയെങ്കിലുമൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് സഹനം 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് കണ്ടു. പക്ഷെ അത് യേശു സഹനങ്ങൾ ഏറ്റെടുത്തത് അത്യാവശ്യമായിരുന്നത് കൊണ്ടാണ്. പക്ഷെ ആ അത്യാവശ്യ സഹനത്തിലും കർത്താവ് അവിടെ വലിയൊരു വാഗ്ദാനം തരുന്നത് സന്തോഷത്തിന്, ആനന്ദത്തിന്റെ പൂർണ്ണതയാണ്, ജീവന്റെ പൂർണ്ണതയാണ്, അല്ലാണ്ട് ഏങ്ങി വലിഞ്ഞ. അപ്പൊ നമ്മുടെ സഹനങ്ങളാണെങ്കിൽ പോലും നമ്മളെ അതൊരു ലഹരിയാണ്, സ്നേഹത്തിന്റെ ലഹരിയിലാണ് ഈ ഒരു സഹനം ഏറ്റെടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ സഹനമാണ് നമ്മളെ എത്തിക്കുന്ന സഹനം ഒരു മാധ്യമം മാത്രമാണ്, അല്ലാണ്ട് സഹനമല്ല ലക്ഷ്യം. അപ്പൊ സഹനത്തിലൂടെ പക്ഷെ ആ സഹനം നമ്മൾക്ക് ഒരു ലഹരിയായ ഒരു ആനന്ദമായി തീരുവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സാഡിസം ക്രിസ്തീയ ആത്മീയതയിലുള്ള ഒരു കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചിന്ത ജസ്റ്റ് എനിക്കൊന്ന് പറയാനുള്ളത്, ലാസ്റ്റ് നമ്മൾ വായിച്ച് ദൈവത്തിന് സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന ആത്മാവ്. അവിടെ പറയുന്നുണ്ട്, അവിടെ പൂർണ്ണമായിട്ടും ജോ പറഞ്ഞാലും നമ്മൾ സറണ്ടർ ചെയ്യുന്ന, അതായത് അടിമയായിട്ട് വെച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, കാരണം ഞാൻ ചിന്തിക്കുന്ന കാര്യമല്ല, എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പിശാചിന് വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്കറിയില്ല, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ തിരുത്താൻ വേണ്ടി ആരെങ്കിലും എന്നെ പോലെ ഉണ്ടെങ്കിൽ അവരെ തിരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥിതി ഇല്ല. അതായത് ഒന്നിലെ പിശാച്, അല്ലെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ദൈവത്തിന്. അതല്ല, രണ്ട് സ്റ്റേറ്റേ ഉള്ളു. ഒന്നില്ലെങ്കിൽ പിശാചിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചാരവാണ്. പൗലോസ്ലീഹ പറഞ്ഞില്ല, ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഉള്ളിൽ പാപം ഉള്ളതുകൊണ്ട് ഞാൻ തിന്മയാണ് ചെയ്തു പോകുന്നത്. അതേസമയം എൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവാണ് ഉള്ളതെങ്കിൽ ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ എന്നെ പോലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഞാൻ ദൈവത്തിനൊക്കെയാണ് കുറച്ചൊക്കെ, പക്ഷെ ഞാൻ സ്വതന്ത്രമായിട്ട് അങ്ങനെ സ്വന്തമായിട്ട് നന്മയൊക്കെ ചെയ്ത് ജീവിക്കുന്നു, അങ്ങനെ കുഴപ്പമില്ല, പിശാചിന്റെ അല്ലാന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അതായത് എവിടെ ഒരു എംപ്റ്റിനെസ് ഉണ്ടോ അവിടെ പിശാച് വന്ന് നിറയും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. അതേസമയം ദൈവത്തിന്റെ ആത്മാവിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ സ്വയം വിട്ടുകൊടുക്കണം. അപ്പോഴാണ് ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ഇനി 10ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ആത്മാവിന്റെ ശക്തിയാൽ അവനിലാണ് തൻ്റെ യഥാർത്ഥ ഉത്ഭവവും അർത്ഥവും ജീവിതത്തിന്റെ ആശ്വാസവും ഉള്ളത്. അത് നമ്മൾ ഉറപ്പിച്ച് പറയുവാണ്. ഒരു മണവാട്ടി മണവാളനെ, പ്രിയതമനെ കാംക്ഷിക്കുന്നത് പോലെ ആ മണവാട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് മണവാളനാണ്. മണവാട്ടിയുടെ ഉത്തരവാദിത്വവും മണവാട്ടിയുടെ സുരക്ഷിതത്വവും മണവാട്ടിയുടെ ആനന്ദവും എല്ലാം നിറച്ചു കൊടുക്കുന്നത് മണവാളനാണ്. ഓക്കെ, ആത്മാവ്. അടുത്തത് വായിച്ചോളൂ. ആത്മാവ് കാലങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ മനസ്സിലായിരുന്നു. ഒരാത്മാവ് സമയങ്ങളുടെയും കാലങ്ങളുടെയും ഉത്ഭവത്തിന് മുൻപ് അത്യുന്നതനായ ദൈവത്തിന്റെ മനസ്സിൽ രൂപമെടുക്കുന്നു. അതിനുശേഷം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെടുന്നു. തന്റെ ഏകപുത്രന്റെ സാദൃശ്യത്തിലാണ് അവിടുന്ന് നമ്മെ സൃഷ്ടിക്കുന്നത്. അവനിൽ നിന്ന്, തന്റെ ഏറ്റവും മഹത്തായ ഉത്ഭവത്തിൽ നിന്ന് ആത്മാവ് വന്നു. തന്റെ മഹനീയമായ പരിശുദ്ധാത്മാവിനാൽ ജീവൻ നൽകി അത് അവിടുന്ന് തന്നെ പരിപാലിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ശരിക്കും ഇത് ഇങ്ങനെ കേൾക്കുമ്പോഴേക്കും ഒരു കുളിർമ വരുവാണ്. അതായത് ഒരു ആത്മാവ് കാലങ്ങളുടെയും സമയങ്ങളുടെയും ഉത്ഭവത്തിന് മുൻപേ തന്നെ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതായത് നമ്മളായിരിക്കുന്ന ഈ രൂപം, നമ്മുടെ അമ്മയ്ക്ക് നമ്മളെ കയ്യിൽ കിട്ടിയപ്പോഴാണ് നമ്മുടെ രൂപം കണ്ടത്. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ ആദ്യമേ ഉണ്ട്. നമ്മുടെ അമ്മ കൺസീവ് ചെയ്യുന്ന സമയത്തല്ല, സമയത്തിനും കാലത്തിന്റെ ഉത്ഭവത്തിന് മുൻപ് തന്നെ
അത്യുന്നതനായ ദൈവത്തിന്റെ മനസ്സിൽ നമ്മളുടെ രൂപം ഉണ്ടായിരുന്നു. അതിനുശേഷം കാലത്തിന്റെ പൂർണ്ണത, അതായത് നമുക്ക് വേണ്ടിയിട്ടുള്ള ആ കാലത്തിൽ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും, ദൈവത്തിന്റെ ഛായ സാദൃശ്യം എന്ന് പറയുന്നത് ആ സ്നേഹവും തെരഞ്ഞെടുക്കാനുള്ള കഴിവുമാണ്. ഇത് രണ്ടും ദൈവം നമുക്ക് നമ്മുടെ ആത്മാവിലേക്ക് പകർന്നു തന്നിരിക്കുന്നത്. അതായത് ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാനുള്ള കഴിവും ആ സ്നേഹം എന്ന മഹനീയമായ ദാനവുമാണ് ഈ ഛായയും സാദൃശ്യത്തിലും നമ്മളെ നിറച്ചിരിക്കുന്നത്. തൻ്റെ ഏകപുത്രന്റെ സാദൃശ്യം. അപ്പം നമ്മുടെ സാദൃശ്യം എവിടെയാണ്? പുത്രനെ നോക്കിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാണ്ട് മനുഷ്യന്റെ രൂപം ദൈവം എടുത്തതല്ല, ദൈവത്തിന്റെ രൂപം മനുഷ്യന് തന്നതാണ്. നമ്മളെ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മഹത്തായ ഉത്ഭവത്തിൽ നിന്ന് ആത്മാവിന്റെ ആ ഒരു പുറപ്പെടല്, ആത്മാവിന്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ മനസ്സിൽ നമ്മൾ ഉണ്ട്. നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. ഓക്കെ, അടുത്തത് വായിച്ചോളൂ. ആത്മാവ് ദൈവത്തെ ആഗ്രഹിക്കുകയും അവിടത്തോട് ഐക്യപ്പെടുകയും വേണം. സത്യത്തിൽ ദൈവത്തിന്റെ നിയമാനുസൃതമായ മണവാട്ടി എന്ന നിലയിൽ അവിടുന്ന് സൃഷ്ടിക്കുകയും തെരഞ്ഞെടുക്കുകയും അത്ഭുതകരമാവിധം രക്ഷിച്ചെടുക്കുകയും അവിടുത്തെ മുഴുവൻ സ്നേഹത്തിനും അവിടത്തോട് കടപ്പെട്ടിരിക്കുന്ന ആത്മാവിന് ആകെ ചെയ്യാനുള്ളത് തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പ്രിയതമയുടെ ഹൃദയത്തോടെ തന്റെ സ്വർഗീയ മണവാളനെ ഉള്ളിലേക്ക് സ്വീകരിക്കാനും അവിടുന്നാൽ ആശ്ലേഷിക്കപ്പെടാനുമുള്ള ദാഹത്തെ നിരന്തരം കത്തിജ്വലിപ്പിക്കുക മാത്രമാണ്. ഒരിക്കലും അവനിൽ നിന്നും വേർപിരിയാതെ സാധിക്കുന്നിടത്തോളം അവനോട് ചേർന്ന് നിൽക്കാനുള്ള അഭിലാഷത്താൽ അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതെല്ലാം ചെയ്യാം എന്ന് ചിന്തിക്കണം. ഇത് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള പരസ്പര പരിശുദ്ധ സ്നേഹത്താലും ഏറ്റവും അടുത്തതും അത്ഭുതപൂർവവും മധുരതരവുമായ ഐക്യത്തിലുമാണ് നടക്കേണ്ടത്. മറ്റെല്ലാ സ്നേഹങ്ങളെക്കാളും ഉപരി ദൈവസ്നേഹത്തിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് പ്രകൃത്യാ ആത്മാവ് ആകർഷിക്കപ്പെട്ടിരിക്കുന്നു. വളരെ അധികം ഇഴകിച്ചേർന്നതും ഫലപ്രദവും അഗ്രാഹ്യവുമായ ഐക്യത്തിലേക്ക് ആത്മാവും ദൈവവും വരുന്നത് വളരെയധികം സ്നേഹിക്കുകയും സ്നേഹത്താൽ കത്തിജ്വലിക്കുകയും ചെയ്യുന്ന ഒരു മണവാളനാകുമ്പോഴല്ല, മറിച്ച് സ്നേഹം തന്നെയായ പൂർണ്ണവും അതിരുകളില്ലാത്തതുമായ സ്നേഹത്തിന്റെ ഉറവിടമായ മണവാളനുമായി ആത്മാവ് ഐക്യപ്പെടുമ്പോഴാണ്. ഇത് എല്ലാ നന്മയുടെയും മാധുര്യത്തിന്റെയും ആഴത്തിന്റെയും അഗാധ ഗർഭം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപത്തിലേക്ക് ആ സ്നേഹത്തിന്റെ ആ ഒരു എന്താണ് പ്രിവിലേജ്ഡ് ലവ്, ആ ഒരു എന്താ അതിനെ പറയാ, ആ ഒരു സ്നേഹത്തിന്റെ ഒരു അഫക്റ്റിവിറ്റിയുടെ ആ ഇന്റിമസിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ എന്നാ പറയുന്നത്. അതായത് തീക്ഷ്ണമായ ആഗ്രഹത്തോടെ പ്രിയതമയുടെ ഹൃദയത്തോടെ തന്റെ സ്വർഗീയ മണവാളനെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാനും അവിടെന്നാൽ ആശ്ലേഷിക്കപ്പെടാനുമുള്ള ദാഹത്തെ നിരന്തരം കത്തിജ്വലിപ്പിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ നമ്മൾ ഓർക്കും, നമുക്ക് സ്നേഹം കൂടുമ്പോഴേക്കും ഈ സ്നേഹം എങ്ങനെയാ പ്രകടിപ്പിക്കുന്നത്? അപ്പം ഈ പകനേച്ചൻ തന്നെ മറ്റേ അടുത്ത ബുക്കിൽ പറയുന്നുണ്ട്, അതായത് ആ ഒരു തീക്ഷ്ണമായ ആഗ്രഹം ജ്വലിപ്പിക്കുക, അത് തന്നെ ഒരു സ്നേഹമാണ്. ആ ഒരു സ്നേഹത്തിൽ ജ്വലിക്കുമ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു ദാഹം, അടങ്ങാത്ത ദാഹം മനസ്സിലുണ്ടാവുമ്പോഴേക്കും അത് തന്നെ സ്നേഹമായിട്ട് മാറുവാണ്. അത് തന്നെ ഒരു സ്നേഹത്തിന്റെ ജ്വാലയായിട്ട് മാറുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ആ ഒരു ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ സ്വർഗീയ മണവാളനോടുള്ള സ്നേഹത്തില് ഇഴുകിച്ചേരാൻ വേണ്ടിയിട്ട്, അതായത് ഐക്യപ്പെടാനായിട്ട്, ഒന്നാകാനായിട്ട്. നമുക്കറിയാലോ, ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ ചങ്ക് പറിച്ചു കൊടുക്കണം എന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം, ആ ഉള്ളിലുള്ള ആന്തല്,
ആ ഒരു ആന്തലിന് അതിനെ ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ആ സ്നേഹം വളരുന്ന വഴി അതാണ്. അതിലൂടെ ബാക്കി പ്രവൃത്തികളെല്ലാം വരും. അപ്പൊ അതിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് ഇന്നത്തെ 2 ചാപ്റ്ററുകളാണ് നമ്മൾ കണ്ടത്. അപ്പൊ 10 അധ്യായങ്ങൾ നമ്മൾ ഇതിനോടകം കഴിഞ്ഞു. അപ്പോ ഈ ഈ ഇപ്പൊ നമ്മൾ കണ്ട 2 അധ്യായങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാമോ? ആ ഡൗട്ടുള്ള സെന്റൻസ് വായിച്ചാൽ മതി. പെട്ടെന്ന് 1 മിനിറ്റ് സമയം തരാം. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അത് പറയണം. ഈ ദൈവത്തോട് 3 ബാധ്യതകൾ എന്ന് പറയുന്നുണ്ടല്ലോ, അതിനകത്ത് ഈ 3 ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലല്ലോ അത് വായിക്കുമ്പോ. അത് 3 ബാധ്യതകൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇരുന്ന് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. 3 ബാധ്യതകൾ നമുക്കതൊന്ന് ഒന്നുകൂടെ നമുക്കതൊന്ന് ഈ ദിവസങ്ങളിലൊന്ന് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. എന്നിട്ട് ഞാനത് ഞാനൊന്ന് മനസ്സിൽ വായിച്ചിട്ട് ഞാനത് പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ഞാനത് കൃത്യം പറഞ്ഞുതരാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളും അതൊന്ന് വായിച്ചു നോക്കുക. 9ാമത്തെ അധ്യായത്തില് 3 ബാധ്യതകൾ എന്നുള്ള ആ പാരഗ്രാഫാണ് ഇപ്പൊ ചേട്ടൻ സംശയം ചോദിച്ചത്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെട്ടെന്ന് വേണം. സിസ്റ്റർ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ ഈശോയ്ക്ക് അത്രയും സഹനം കൂടാതെ വേദന കൂടാതെ നമ്മളെ രക്ഷിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് എന്താണ് അത്രയും സഹിക്കാൻ കാരണമാക്കിയത് അപ്പോൾ? അല്ലെങ്കിൽ അങ്ങനെ ഒരു അതായത് ഈ മനുഷ്യൻ ചെയ്ത പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം. അതായത് ഓരോ പാപവും നമ്മളെ തന്നെ സാത്താന് കടക്കാരനാക്കിയതാ. അപ്പൊ മനുഷ്യൻ സഹിക്കും, ക്ഷമിക്കുമായിരിക്കും. ദൈവം പൂർണ്ണമായിട്ട് ക്ഷമിക്കും, പ്രകൃതി അത്യാവശ്യം ക്ഷമിക്കും. പക്ഷെ സാത്താൻ ഈ പറഞ്ഞ സംഭവം ഇല്ല. ക്ഷമയെന്ന് പറഞ്ഞ സാത്താൻ പറയുന്നത് ഇവൻ ഇതൊക്കെ ചെയ്തു, ഈ പാപങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് ഇത്രയും പരിഹാരം ചെയ്തു തരണം, ഇത്രയും അതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അത് അവിടെയാണ് ദൈവത്തിന്റെ സമ്പൂർണ്ണ നീതി. കാരണം പിശാചിനാണ് നീതി നോക്കണ്ട, പിശാചിന് നീതി നോക്കേണ്ട കാര്യം. പക്ഷെ ദൈവം സമ്പൂർണ്ണ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പിശാച് സിസ്റ്റർ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് അങ്ങനെ പിശാച് 1 by 1 ആയിട്ട് എടുത്ത് ഇവൻ ഇതൊക്കെ ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം ദൈവം സമ്പൂർണ്ണ നീതി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കോംപ്രമൈസ് ചെയ്യില്ല. ദൈവത്തിന് സമ്പൂർണ്ണ നീതി ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ മുമ്പിൽ 2 കവാടം ഉണ്ട്, ഒന്ന് കരുണയുടെ കവാടം, അല്ലെങ്കിൽ പിന്നെ നീതി വിധിയുടെ കവാടം. ഫൗസ്റ്റീനായോട് ഈശോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നീതിയുടെ കവാടത്തിലൂടെയാണ് പ്രവേശിക്കാൻ ഒരു മനുഷ്യൻ ഉദ്യമിക്കുന്നതെങ്കിൽ ഇന്ന് പ്രപഞ്ചത്തിലൂടെ വന്ന് ജീവിച്ച് മരിച്ചുപോയ ഒരാത്മാവും നിത്യതയിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് കത്തോലിക്ക സഭ പേരെടുത്ത് വിളിച്ച ആത്മാക്കൾ പോലും പ്രവേശിക്കില്ല. കാരണം എന്താ? അതാണ് കർത്താവ് ദൈവനീതി. ആ ദൈവനീതിക്ക് മേലാണ് ദൈവകരുണ പ്രവർത്തിക്കുന്നത്. ദൈവകരുണ എന്ന് പറഞ്ഞാൽ എന്താ കരുണ എന്ന് പറയണേ? അവിടെയാണ് മനുഷ്യൻ ചെയ്ത ഈ പാപങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെടണം. അപ്പൊ അതാണ് ദൈവത്തിന്റെ നീതി. അതുകൊണ്ടാണ് ദൈവം അത്ര സമ്പൂർണ്ണ നീതിയാണെന്നുള്ള ബോധ്യം പിശാചിന് ഉള്ളത് കൊണ്ടാണ് പിശാച് ഇത് ഓരോന്നും എടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പാപങ്ങൾ വെച്ച് നോക്കുമ്പോ യേശു ക്രിസ്തുവിന്റെ പീഡ, ഇപ്പൊ നമ്മളിപ്പോ എക്സാമ്പിൾ നമ്മളിപ്പോ മോഷണത്തിന് ഒരാൾ മോഷ്ടിച്ചു. ഇന്ത്യൻ ഭരണഘടന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന മോഷണത്തിന് ചിലപ്പോ 4-5 വർഷം ചിലപ്പോൾ ജയിലിൽ കിടക്കണം, എനിക്ക് അറിയാൻ പാടില്ല എത്ര വർഷമാണ്. പക്ഷെ കൊലപാതകത്തിന്റെ ശിക്ഷ അതല്ലല്ലോ. കൊലപാതകത്തിന് ജീവപര്യന്തമായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ശിക്ഷ മരണം വരെ തൂക്കിലേറ്റുക എന്നുള്ളതാണ്. അപ്പോ അതിൽ കുറഞ്ഞ ശിക്ഷ ഏറ്റെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, കുറഞ്ഞ രീതിയിൽ മനുഷ്യനെ വീണ്ടെടുക്കാൻ ഈശോയ്ക്ക് പറ്റുമായിരുന്നു, ഈശോ ആ ഓപ്ഷൻ എടുത്തേനെ. പക്ഷെ ആ ഓപ്ഷൻ എടുക്കാത്തതിന് കാരണം മനുഷ്യന്റെ പാപം അത്ര കണ്ട് വലുതാണ്. അതുകൊണ്ടാണ് ഈശോ അച്ഛൻ പറയണേ അവന്റെ ശരീരം മുഴുവൻ എന്ന് പറഞ്ഞാൽ അവന്റെ ഞരമ്പുകൾ, പേശികൾ എന്നൊക്കെ എടുത്തെടുത്ത് പറഞ്ഞിട്ട് പറയുവാണ് അങ്ങനെ ക്ഷതമേൽക്കാത്ത ഒന്നുമില്ല.
അത് യെശയ്യാ പ്രവചനങ്ങളിൽ പറഞ്ഞാണ്. അവന്റെ ശരീരം മുഴുവൻ അവന്റെ സങ്കീർത്തനം അവന്റെ മുതുകിൽ ഉഴുവിച്ചാൽ കീറി, അല്ലെ, അവന്റെ അസ്ഥിയിൽ എണ്ണാവുന്ന വിധത്തിലായി എന്നാ പറയുന്നത്. അപ്പൊ അത്രയധികം വേദന സഹിച്ചത് മനുഷ്യന്റെ മുഴുവൻ പാപങ്ങൾ എടുക്കുവാണ്, അല്ലെ. ഇപ്പൊ 10 സെന്റ് ഭൂമി ആണ് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ളതെങ്കിൽ 10 സെന്റ് ഭൂമിക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപ മതിയായിരിക്കും. പക്ഷെ 2 ഏക്കർ ഭൂമി ആകുമ്പോൾ ആ 2 ഏക്കർ ഭൂമിയുടെ പൈസ കൊടുക്കണമല്ലോ. അപ്പൊ ആദത്തിന്റെ പാപം മൂലം ഈ പ്രപഞ്ചവും മനുഷ്യകുലവും മനുഷ്യന്റെ ആത്മാവും ഇതെല്ലാം പിശാചിന് അടിയറ വെച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ദൈവം അതിന് പറ്റുന്ന അത്രയും, അത് ശേഷം മനുഷ്യന്മാര് പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ എല്ലാം പരിഹാരമായിട്ടാണ് ഈശോ അത്രയധികം പീഡ സഹിച്ചത്. കാരണം ആ പീഡ സഹിച്ചത് എന്താണ്? കാരണം നമ്മുടെ പാപമാണ്. മനുഷ്യന്റെ പാപം അത്ര വലുതായതുകൊണ്ടാ. മനുഷ്യന്റെ പാപം അത്ര ഇല്ലായിരുന്നെങ്കിൽ ഈശോയ്ക്ക് അത്ര വേദന സഹിക്കേണ്ടി വരില്ലായിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. അതിനേക്കാൾ കുറഞ്ഞ വേദന മതിയായിരുന്നെങ്കിൽ അതും എടുക്കും, അതാ ചൂസ് ചെയ്യുള്ളായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കത് ശരിക്കും മനസ്സിലായില്ല. എനിവേ, അതായത് നമുക്ക് അങ്ങനെ ഒരു ഫിസിക്കലി ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവം നമുക്ക് പറ്റില്ലല്ലോ. കാരണം ഇത് 10,000 വർഷത്തെ ആൾക്കാരുടെ, അല്ലെങ്കിൽ ഈ ലോകം ആദ്യം മുതൽ അവസാനം വരെ ഉള്ളവരുടെ പാവം ഒരു ഏതാനും മണിക്കൂറുകളുടെ ഒരു സഹനത്തിലൂടെ, അങ്ങനെ ഒരു എന്നാ പറയുന്നത്, പകരത്തിന് പകരം വെച്ച് നമുക്ക് സഹനത്തെ അളക്കാൻ പറ്റത്തില്ലല്ലോ. ഒന്നുമല്ലല്ലോ നോക്കുമ്പോ. ഒരാളെ ഒരു വർഷം നമുക്ക് പീഡിപ്പിക്കാം, ഒരു വർഷം നമുക്ക് വേദനയിലൂടെ കൊണ്ടുപോകാം. അതും ഈ വർഷം ഈ മനുഷ്യകുലം മുഴുവന്റെയും പാപത്തിന് പരിഹാരമാവോ? ആകത്തില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ശരിയാവുന്ന ചോദ്യം ഒരു കാര്യമുണ്ട്. അത് ആരാണ് ആ പീഡ സഹിച്ചത്? ദൈവം തന്നെയാണ്. ശരിയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഞാൻ എന്ന വ്യക്തി പീഡ സഹിച്ചാൽ, ഈ പ്രപഞ്ചത്തിന് വേണ്ടി ഞാൻ പീഡ സഹിച്ചാൽ എങ്ങും എത്താൻ പോകില്ല. പക്ഷെ അവിടെയാണ് ദൈവം കൊടുത്ത വില. എന്നാൽ ദൈവം നമ്മൾ ആ ഒരു പീഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആ പീഡനെ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുറച്ച് മണിക്കൂറത്തെ പീഡ മാത്രമല്ല. യേശുക്രിസ്തുവിന്റെ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചത് തന്നെ അതാണ് ലക്ഷ്യം. അപ്പൊ യേശു എന്തിനാണ്? നമ്മൾ പാലിയച്ചന്റെ പുസ്തകം ഇതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കണ്ടു, അവൻ 10 മാസം ഒരു മനുഷ്യ, അതായത് ദൈവം തന്നെയാണ്. ദൈവം, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവ് ഒരു ഗർഭപാത്രത്തിൽ 10 മാസം രഹസ്യമായിട്ട് സ്വാതന്ത്ര്യമില്ലാത്തവനായി. അപ്പൊ പീഡ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ദുഃഖവെള്ളി, ഓശാന മുതൽ ഈസ്റ്റർ വരെയുള്ള കാര്യത്തെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. അവിടെയാണ് ഞാനത് എപ്പോഴോ ഏതൊരു ദിവസം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. മനുഷ്യൻ സഹിക്കാൻ ചെയ്ത പാപത്തിന് വേണ്ടി അവൻ മനുഷ്യനുണ്ടാവുന്ന എല്ലാ മുറിവുകളിലൂടെയും അവൻ കടന്നുപോയി, അല്ലെ. അവൻ ഒരു മനുഷ്യനെ പോലെ തന്നെ അമ്മയുടെ വയറ്റിൽ വന്നു. അമ്മയുടെ വയറ്റിൽ 10 മാസം കിടന്നു, സ്വാതന്ത്ര്യം ഇല്ലാതെ കിടന്നു. അതിനുശേഷം ഒരു മനുഷ്യനെ പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ അവൻ അനുസരിച്ചു. നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നതിന് പകരം അവൻ, വചനം നോക്കിക്കേ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെ പ്രീതിയിൽ അവന് സ്വാതന്ത്ര്യമില്ല. ഒരു ദൈവം വന്ന് ഒരു മനുഷ്യ സ്ത്രീയുടെ മുമ്പില്, അല്ലെങ്കിൽ ഒരു അപ്പന്റെയും അമ്മയുടെയും മകനായി അവിടെ അനുസരിക്കുകയാണ്. നമ്മൾ അനുസരണക്കേട് കാണിച്ചതിന് അവൻ അനുസരിച്ച് കാണിച്ചു തരുക. കണ്ടോ? നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഒരു പെസഹ വ്യാഴം, അല്ല ദുഃഖവെള്ളി, ദുഃഖശനി, ആ ഒരു കോൺസെപ്റ്റ് ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കണം, യേശു ക്രിസ്തു എന്ന വ്യക്തി സമ്പൂർണ്ണ ദൈവം സമ്പൂർണ്ണ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത് മുതൽ 33 വയസ്സ് വരെയുള്ള അവന്റെ ജീവിതം, അവൻ നമ്മളെ മാനസാന്തരപ്പെടുത്താനായിട്ട് സുവിശേഷം പ്രഘോഷിക്കുക. ഈ ദൈവം മനുഷ്യൻ ചെയ്യേണ്ട കാര്യം അവൻ വന്ന് ചെയ്യുക. അവൻ വന്ന് ഈ അപ്പസ്തോലന്മാരുടെ പാദം കഴുകുക. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാൻ ചെയ്ത് നിങ്ങൾ ചെയ്യ്, അല്ലെ. അങ്ങനെ ഓരോ കാര്യങ്ങളും അവൻ ദരിദ്രനായി. അതായത് നമ്മൾ ദാരിദ്ര്യത്തിനെതിരെ ചെയ്യുന്ന പാപത്തിന് വേണ്ടി ഈശോ ദരിദ്രനായി. ഈ പുസ്തകത്തിൽ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടല്ലോ, അവൻ ദരിദ്രനായി. ഈശോ ദരിദ്രനായി ജീവിച്ചു. ഈശോ ഒന്നും ഇല്ലാത്തവനായി ജീവിച്ചു. അവന്റെ കയ്യിൽ സ്വത്തില്ലായിരുന്നു, അവന്റെ കയ്യിൽ പണം ഇല്ലായിരുന്നു, അവന് സിംഹാസനം ഇല്ലായിരുന്നു, അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചു, അല്ലെ. അവൻ പീഡകൾ സഹിച്ചു ജീവിച്ചു. അപ്പൊ എല്ലാ പീഡകളും അവൻ അതേപോലെ ഫോളോ ചെയ്യുന്നു മാനസികമായി, അല്ലെ. അമ്മയുടെ വയറ്റിൽ വെച്ചുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്, മുറിവുകളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ, നമ്മള് ഈ ഇന്നർ ഹീലിംഗ് റിട്രീറ്റിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു അമ്മ
അമ്മയുടെ വയറ്റിൽ വെച്ച് ഇപ്പൊ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുമ്പോ അല്ലെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഓടുമ്പോ ഈ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഈ കുഞ്ഞ് സൈക്കോളജിക്കലി ആണെങ്കിൽ പോലും മുറിയപ്പെടുന്നുണ്ട് നമ്മള്. ഇതെല്ലാം ഈശോ അനുഭവിച്ചില്ലേ? ഔസേപ്പിതാവും മാതാവും കൂടെ ഈശോയും കൊണ്ട് ജെറുസലേമിലേക്ക് ഓടിപ്പോകുന്നു ഭയന്ന് പേടിച്ച്. പേരെഴുതിക്കാൻ വേണ്ടി നസ്രത്തിലേക്ക് വരുന്നു, അല്ല ബേത്ലഹേമിലേക്ക് വരുന്നു. 12 വയസ്സ് വരെ രഹസ്യമായിട്ട് ഈജിപ്തിൽ പോയി താമസിക്കുന്നു. അപ്പൊ നോക്കിക്ക്, നമ്മൾ അങ്ങനെ നോക്കുമ്പോ ഈശോയുടെ ബാല്യം എങ്ങനെയായിരുന്നു, ഈശോയുടെ കൗമാരം എങ്ങനെയായിരുന്നു, ഈശോയുടെ ബാല്യകാലത്ത് അനുഭവിച്ച പീഡകള്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളല്ലാതെ ആ ഒരു മണിക്കൂറത്തെ അല്ലെങ്കിൽ 2 മണിക്കൂറത്തെ ഒരു ദിവസത്തെ പീഡകളെ മാത്രം, അവിടെയും പോലും ആ പീഡകൾ എന്തുമാത്രമായിരുന്നു? ഒരു മനുഷ്യന്റെ മാക്സിമം ആണ്. അവിടെ പോലും ഒരു മനുഷ്യന് അതിൽ കൂടുതൽ പീഡ സഹിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യന്റെ മാക്സിമത്തിന്റെ അങ്ങേ അറ്റം. ഒരു മനുഷ്യനും. അത് മാത്രമല്ല, ഈശോയുടെ വിധി ശ്രദ്ധിച്ചിട്ടുണ്ടോ? പീലാത്തോസ് പറഞ്ഞാൽ ഇവന് ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല. ലോകത്തിൽ അങ്ങനെ ഒരു വിധി, നിരപരാധി ചിലപ്പോ തൂക്കിലേറ്റപ്പെട്ട, അത് സാഹചര്യ തെളിവുകളും ഇതൊക്കെ അയാൾ കുറ്റക്കാരൻ എന്ന് വിധിച്ചുകൊണ്ടാണ് നിരപരാധിയായി. പക്ഷെ സാഹചര്യ തെളിവുകളും ഇതൊക്കെ കള്ളക്കേസൊക്കെ ആണെങ്കിൽ ചിലപ്പോ അങ്ങനെ വിധിച്ചിട്ടുണ്ടോ. പക്ഷെ അവിടെ പോലും ഈശോയുടെ വിധി നോക്കിക്കേ, ഇവൻ കുറ്റക്കാരനല്ല അന്ന് കോടതിക്ക് ബോധ്യപ്പെടുക. മാത്രമല്ല, ഒരു രാത്രി തന്നെ 4 വ്യത്യസ്തമായ ഒരു രാത്രി നേരം എടുത്തപ്പോഴേക്കും 4 വ്യത്യസ്തമായ കോടതികളിലാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. പീലാത്തോസിന്റെ കോടതിയുണ്ട്, അന്നാസിന്റെ കോടതിയുണ്ട്, പിന്നെ ഹെറോദേസിന്റെ കോടതിയുണ്ട്, വീണ്ടും പീലാത്തോസിന്റെ കോടതിയിൽ വന്നിട്ടാണ് മരണത്തിന് വിധിക്കുന്നത്. അപ്പൊ ഈ 4 കോടതികളിലും ഇവൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടും വിധിക്കുകയാണ് നീതിയില്ലാത്തൊരു വിധി. അവനെ കൊണ്ട്, ഇവന് കുറ്റമൊന്നുമില്ല, എനിക്ക് കൊണ്ട് കുരിശി തറച്ചു കൊല്ല്, ഇവന് ഞാൻ കുറ്റമൊന്നും കാണുന്നില്ല, എന്നാലും ഇവന് ചമ്മട്ടിക്കടിക്ക്. അപ്പൊ അതാണ് യേശുക്രിസ്തുവിന്റെ പീഡാസഹനം. ഓക്കെ ബ്രദറെ, അതിനോട് ഒരു കാര്യം കൂടെ ചേർത്ത് പറയാം. അതായത് ഇതിനകത്ത് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യന്റെ പാപം മൂലം ഈ ലോകത്തിലേക്ക് തിന്മയും തിന്മയുടെ ഫലങ്ങളും വന്നു. അതിന് ബദലാണ് ഒരു നീതിമാന്റെ ജീവിതം അതിന് പരിഹാരം ചെയ്യുന്നത്. അല്ലാതെ അതിനെ നമുക്ക് മനുഷ്യന്റെ സഹനമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. അപ്പം നമ്മള് ഒരു മനുഷ്യനിലൂടെ പാപം വന്നെങ്കിൽ പൂർണ്ണ അനുസരണത്തോടെ ദൈവപിതാവിന് ഒരാൾ കീഴ്വഴങ്ങിയപ്പോൾ അതിലൂടെ രക്ഷ കൈവന്നു. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ ചോദ്യത്തിന്റെ ആവശ്യം വരുന്നില്ല. അത് പൗലോസ്ലീഹയുടെ വചനം തന്നെയാണ്. ഒരു മനുഷ്യരുടെ പാപവും പാപത്തിലൂടെ മരണവും വന്നതുപോലെ മറ്റൊരു മനുഷ്യന്റെ അനുസരണത്തിൽ കൂടെ അച്ഛനത് കറക്റ്റ് ചെയ്തു. പിന്നെ ഷാജി ചോദിച്ച മറ്റേ കാര്യം, ഞാനിപ്പോ അത് ഒറിജിനൽ ടെക്സ്റ്റ് ഒന്ന് റെഫർ ചെയ്യുമായിരുന്നു. ഈ 3 ബാധ്യതകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? അതിൽ ആദ്യത്തെ ബാധ്യത നമ്മളെ സൃഷ്ടിച്ചത് വഴി നമ്മൾ ദൈവത്തോട് ബാധ്യതപ്പെട്ടവരാണ്. പിന്നെ പറയണത് ഇരട്ടിയായി കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? കാരണം നമ്മുടെ രക്ഷാകരം, നമ്മൾ തെറ്റ് ചെയ്ത് നമ്മുടെ ശത്രുവിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് കരുണയാല് നമ്മളെ വീണ്ടെടുത്തപ്പോഴേക്കും ഇരട്ടി ബാധ്യത. അപ്പൊ അത് 3 കൂടെ കൂട്ടുമ്പോഴാണ് ഈ 3 ബാധ്യതകളെ കുറിച്ച് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇത് ഇങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് നമ്മുടെ കൂട്ടത്തിൽ അച്ഛന്മാരും ഉണ്ട്, അച്ഛന്മാർക്ക് അപ്പൊ അച്ഛന്മാരും അത് കേൾക്കുന്നുണ്ടല്ലോ, അപ്പൊ അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ, ഷായി ചേട്ടൻ ചോദിച്ചതുപോലെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് കുറെ പേര് ഇന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, കുറെ പേര് വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. എന്നിട്ട് ഇനി ഒരു 5 മിനിറ്റ് ഉണ്ട്, അല്ല 2-3 മിനിറ്റ് ഉണ്ട്. അപ്പോ ഒരാള് ആർക്ക് നിങ്ങൾക്ക് തന്നെ വോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം, നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. ഒരാള് കഴിഞ്ഞ ദിവസം 5 പേരോട് നമ്മൾ പറയാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് കുറച്ചു പേരൊക്കെ നിങ്ങൾ ഹോംവർക്കായിട്ട് അത് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് വളരെ നല്ല കാര്യം. അപ്പോ ഒരാള് അതൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? കാരണം അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. ചിലർ പറഞ്ഞു, അത് ചിലർ ഒത്തിരി പേര് ചോദിച്ചു. ഇപ്പൊ ഇന്ന് ആരാ മരിയ സിസ്റ്റർ ആണോ പറഞ്ഞത്, അതൊരു ആർട്ടിക്കിൾ ആയിട്ട് എഴുതി കൊടുക്കാവോ എന്ന് ചോദിച്ചു. നമുക്ക് നമ്മൾ ചെയ്യുന്ന നമ്മളൊരു ഈശോയെ കുറിച്ച് ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ
ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന അതിൽ നിന്ന് നമുക്ക് റെസ്പോൺസ് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പൊ അത് നമ്മൾ എല്ലാവരും അത് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്, കാരണം നമ്മുടെ ഡ്യൂട്ടി അതാണ്. നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നതെങ്കിൽ നമുക്ക് ദുരിതമാണ്. അപ്പൊ നമുക്കൊന്ന് സ്റ്റേജിൽ കയറി ഒരുപക്ഷെ അങ്ങനെ പ്രസംഗിക്കാൻ പറ്റുന്നവരാകണമെന്നില്ല. ഒരാളോട് 2 പേരോട് 5 പേരോട് ഈശോയെ കുറിച്ച് പറയുക. അപ്പൊ നമ്മൾ അത് ഇനിയും ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ആഴ്ചത്തെ ഹോംവർക്ക് എന്ന് പറയുന്നത് അതല്ല. നമ്മൾ ഈ 2 ചാപ്റ്റർ കണ്ടതിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ, നിങ്ങളുടെ ഈ 2 ചാപ്റ്റർ വായിച്ചിട്ട് അത് നമ്മൾ സാധാരണ എല്ലാ ആഴ്ചയും ചെയ്തതുപോലെ വ്യാഴാഴ്ചക്കുള്ളിലായിട്ട് എല്ലാവരും വോയിസ് ഇടുക. ഒരാള് നിങ്ങൾ 5 പേരോട് പറഞ്ഞതിന്റെ ഷെയർ ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ എല്ലാവർക്കും വേണ്ടി? നിങ്ങൾ ഒരാൾ സ്വയം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരാളുടെ പേര് പറയും. ആർക്ക് വേണമെങ്കിലും പറയാം. പേര് പറയേ, എന്നാ പിന്നെ സമയാവുന്നു. എന്നാ പിന്നെ പേര് പറയാം അല്ലേ? സിസ്റ്റേഴ്സ് ആരെങ്കിലും പറയാമോ? സിസ്റ്റേഴ്സ് ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാവോ? സിസ്റ്റേഴ്സ് ആരും ഇല്ലേ? എല്ലാരും പോയോ? ഉണ്ട് 3-4 പേരുണ്ട്. 4 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇനിയിപ്പോ സിസ്റ്റർ റൂബിയാണോ കഴിഞ്ഞ ഗ്രൂപ്പിൽ പറഞ്ഞത്? മറ്റേ ഫൗണ്ടറിന്റെ കാര്യമായത് അത് പറഞ്ഞ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നല്ലോ. സീന സിസ്റ്റർ ആണോ പറഞ്ഞത്? സീന സിസ്റ്ററെ അതൊന്ന് പറയോ? മൈക്ക് ഓൺ ചെയ്തിട്ട് പറയണേ. മൈക്ക് ഓൺ ചെയ്യാൻ അറിയില്ലെന്ന് കഴിഞ്ഞ ആഴ്ച മൈക്ക് ഓൺ ചെയ്യാത്ത ചിലപ്പോ പറയുന്ന ആള് മൈക്ക് ഓൺ ചെയ്യാനുണ്ടാവില്ല. സീന സിസ്റ്ററെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പെട്ടെന്ന് വേണം, സമയം പോകും. ഇല്ല അത് ഓൺ ചെയ്യണ കാര്യം ഇതാ റെഡിയായി. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ. ഞാനിവിടെ ഫിലോമിനയ്ക്ക് അറിയാം, ലേ ഫ്രറ്റേണിറ്റി ഇവിടെ സഭയുടെ തന്നെ ലേ ഫ്രറ്റേണിറ്റി ഉണ്ട് ഇവിടെ. അതിലെനിക്ക് ഒരു 22-23 സഹോദരിമാർ വരുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച നമ്മൾ കൂടിയ വീട്ടില് 11 പേരാണ് ഉണ്ടായിരുന്നത്. മറ്റ് ചിലർക്ക് അസൗകര്യം കൊണ്ട് വരാൻ പറ്റില്ല. ഈ 13 പേരോടും ഞാൻ ഈ 8 ചാപ്റ്ററിലെ 7 ചാപ്റ്ററിലേക്ക് പള്ളത്ത് 7 ചാപ്റ്ററിനെ കുറിച്ചും ഞാൻ എനിക്ക് ഈ ക്ലാസ്സിലൂടെ മനസ്സിലായതും പിന്നെ ഫൗണ്ടറിനെ കുറിച്ച് എനിക്കറിയാവുന്നതും, കാരണം ഞാനൊരു ദിവ്യസ സഹോദരി ആയതുകൊണ്ട് എനിക്കറിയാവുന്നതും വെച്ചിട്ട് ഞാൻ നന്നായിട്ട് മാക്സിമം പറഞ്ഞു കൊടുത്തു. അവർക്കെല്ലാം ഒത്തിരി സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇത് പറയാനായിട്ട് കേൾക്കാനായിട്ട് സാധിച്ചല്ലോ. അതേപോലെ തന്നെ അവർ ഈ ബുക്കിനെ കുറിച്ച്, ഈ ബുക്ക് അവർക്ക് വായിക്കാൻ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു 6 ബുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ അവർക്ക് കൊടുത്തുവിട്ട്, വായിക്കാനും ഇതൊക്കെ അറിയാവുന്നവർക്ക് കൊടുത്തുവിട്ട്, അപ്പൊ അത് അവർ വായിക്കാമെന്നും പിന്നെ അടുത്ത മാസത്തെ മീറ്റിങ്ങിൽ വരുമ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചെയ്യാന്നുള്ള ഒരു രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു ധന്യൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഈ ധന്യനെ കുറിച്ച് അറിയാനായിട്ട് ഒത്തിരി ലേറ്റ് ആയല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. പക്ഷേ ഈ ആത്മീയ പിതാവിന്റെ ആ യേശുവിനോടുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ വർണ്ണിച്ചപ്പം അവർക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇത്രയ്ക്ക് വില കൊടുത്താണോ യേശുവിന്റെ സ്നേഹത്തിലേക്ക് നമ്മൾ എത്തേണ്ടത്. പിന്നെ വിധികർത്താവായിട്ട് യേശു തന്നെ ദൈവം യേശുവിനെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു നീതീകരണത്തിനെ കുറിച്ചും സഹായകനായിട്ട് തന്നെ യേശു വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ വിശുദ്ധൻ, അതായത് എത്രയും പെട്ടെന്ന് ഈ ധന്യനെ ഒരു വിശുദ്ധനാക്കി മാറ്റണം എന്നാണ് അവരുടെയും ഒരാഗ്രഹം അവർ പ്രകടിപ്പിച്ചത്. ഒത്തിരി സന്തോഷമായി അവർക്ക്. എനിക്കും ഇത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്താ പറയാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഫൗണ്ടറിനെ കുറിച്ച് ഞാനും ഒരു എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിലേക്ക് വന്നല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് ഇപ്പൊ എനിക്ക് കൂടുതൽ താല്പര്യമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും. കൂടുതൽ പേര് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് 2 പേരും കൂടെ പുതിയതായിട്ട് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഈ ലേ ഫ്രട്ടേണിറ്റിയില്.
അപ്പൊ ഇനിയും ആൾക്കാർ അറിയിക്കും. വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും ആ കേട്ട എന്റെ സഹോദരിമാർക്കും. അപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ തന്നതിൽ കേട്ട ഒത്തിരി സഹോദരിമാര് പോയിട്ട് ഇനി മറ്റുള്ളവരോട് പറയൂലോ. കേട്ടവര് പോയി ഓക്കെ. മറ്റുള്ളവരോട് പറയുമ്പോ അങ്ങനെ കുറെ പേര് നമ്മുടെ കുറെ പേര് കൂടി നമ്മുടെ ഈ ഗ്രൂപ്പില് കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ്. സന്തോഷായി. ഇതാണ് ഇവാഞ്ചലൈസേഷൻ. ഇതാണ് 12 പേരിൽ നിന്ന് ലോകം മുഴുവനിലേക്കും ഇന്ന് നമ്മൾ ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും നമ്മളിങ്ങനെ അമേരിക്കയിലും നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്ക് ഈശോയുടെ സുവിശേഷം എത്തിയത് ഇങ്ങനെയാണ്. 12 പേര് പോയി, 12 പേര് പ്രസംഗിച്ചു, 12 പേരുടെ ഇത് കേട്ട് അവർ പരസ്പരം പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയാൻ മടിക്കരുത്. അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചുപേരൊക്കെ പറഞ്ഞിട്ടില്ല, കുറച്ചുപേരൊക്കെ പറഞ്ഞു, കുറച്ചുപേര് ഹോംവർക്ക് ഇട്ടത് അതിന്റെ എക്സ്പീരിയൻസ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിങ്ങനെ ഈശോയെ കുറിച്ച് പറയാനുള്ള സാഹചര്യങ്ങൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ പോലും നമ്മളുടെ ഇങ്ങനെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് യൂത്തിനോടൊക്കെ ബസ്സിലിരിക്കുമ്പോൾ പോലും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വർത്തമാനം പറയാൻ ശ്രമിക്കും. അങ്ങനെ എനിക്ക് ഇവിടെ ഒരു 4-5 ഫ്രണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകാത്ത പിള്ളേര് ഇവിടെ യൂറോപ്പിലെ എത്തീസ്റ്റ്, അതിനകത്ത് മിർക്കോ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവനോട് ഞാൻ ഈശോയെ കുറിച്ച് പറഞ്ഞപ്പോ അവൻ എന്നോട് ആദ്യം പറഞ്ഞ അവൻ പള്ളിയിൽ പോകാത്ത പയ്യൻ. അവൻ പറഞ്ഞ അവനെ തന്നെ പരിചയം, എത്തീസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവനെ പരിചയം. 23 വയസ്സേ ഉള്ളൂ, പക്ഷെ അവനിപ്പോ പള്ളിയിൽ പോകുന്നുണ്ട്. പക്ഷെ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ നിന്നോടുള്ള കൂട്ട് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ അവസാനം ഒരു വിശ്വാസിയായി തീരും എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന് കുറെ നാൾ അവൻ എൻ്റെ അടുത്ത് മിണ്ടാതെയൊക്കെ നടന്നു. കാരണം ഞാൻ നിന്നോട് സംസാരിച്ചാൽ ഞാൻ വിശ്വാസിയാവുന്നുള്ള അവന്റെ പേടി. അപ്പൊ നോക്കിക്ക് അവൻ ഇപ്പോഴും നല്ല കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ഈശോയെ കുറിച്ച് നമുക്ക് പറയാനുള്ള പൗലോസ്ലീഹ പറയുന്നില്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അതിന് അഹംഭാവത്തിന് വകയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിൽ നമ്മള് പറയുമ്പോൾ നമുക്കിപ്പോ സിസ്റ്റർ പറഞ്ഞില്ലേ, ആ സമയത്ത് സിസ്റ്ററിനുണ്ടായ ഒരു ആനന്ദം, ഒരു സന്തോഷം, അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയ സന്തോഷം. അപ്പൊ അതൊരു സംതൃപ്തിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പറയണം. നിങ്ങൾ എല്ലാവരും ഹോംവർക്ക്, അടുത്ത ആഴ്ചത്തെ ഹോംവർക്ക് അതല്ല എങ്കിൽ പോലും നിങ്ങൾ ഒരു 2-3 പേരോടെങ്കിലും ഒരാഴ്ചയിൽ 2-3 പേരോടെങ്കിലും ഞാൻ ഈശോയെ കുറിച്ച് പറയാം. അപ്പൊ ഈശോയെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞു കൊടുക്കുന്നത്? നമുക്ക് ഇങ്ങനെ പതുക്കെ ഇപ്പൊ പകാനിച്ചന്റെ പുസ്തകം, നമ്മുടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഇപ്പൊ ആ സിസ്റ്റർ പറഞ്ഞില്ല, സിസ്റ്ററിൽ 5-6 ബുക്ക് ഉണ്ടായിരുന്നു, ആ ബുക്ക് അവർക്ക് വായിക്കാൻ കൊടുത്തു. അപ്പൊ അവർക്കത് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം, അവരത് പോയി പറഞ്ഞു. വേറെ 2-3 പേരും കൂടെ വന്ന് അവരുടെ ആ ഒരു കൂട്ടായ്മയിൽ ചേർന്നു. അപ്പൊ ഇങ്ങനെയാണ് സുവിശേഷം വളരണേ. അപ്പൊ നിങ്ങളത് പറയാൻ ശ്രമിക്കുക. അപ്പൊ വേറെ ഒന്നുമില്ല, നമ്മുടെ സമയമായി. അപ്പൊ നമുക്ക് ലൂക്കാച്ചൻ നമുക്ക് ബ്ലെസ്സിങ് തരും. നമുക്ക് എന്നിട്ട് അവസാനിപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോയെ, ഞങ്ങളെ ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂട്ടിയതിന് ഒരു നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചേരാൻ പറ്റാത്ത വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാരണങ്ങളാൽ ഈശോയെ അവർക്ക് കൂടാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് പുതിയ ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും നൽകി കൂട്ടായ്മയോട് ചേരാൻ കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ ഗ്രഹിക്കാനും നീ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യം ഇതുവഴിയായി ഞങ്ങൾക്ക് നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന ബ്രദറിനെയും ബഹുമാൻ സിസ്റ്ററിനെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ കൃപയും അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കെടുക്കുന്ന ഞങ്ങൾക്കും വിവേകവും ജ്ഞാനവും ബോധ്യങ്ങളും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് നന്ദി പറയുന്നു. വിശുദ്ധ പിതാവേ, അങ്ങയുടെ തിരുനാളിൽ ഞങ്ങൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുമ്പം അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, വിശ്വസിക്കുന്നു, മധ്യസ്ഥതയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും സകല വിശുദ്ധ മാലാഖമാരുടെ മധ്യസ്ഥതയും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എപ്പോഴും നിങ്ങൾ